എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള 2 ആളുകളാണ് ഇന്ന് മത്സരാർത്ഥികളായിട്ട് വരുന്നത്. 2 ഗായകർ, അതിനുപരി നല്ല മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. അധികം ആളുകൾക്ക് അറിയാത്ത അനുകരണ കലയിലെ ഈ 2 കക്ഷികളാണ് ഇന്ന് നമ്മുടെ മത്സരാർത്ഥികൾ. വെൽക്കം ജി ശ്രീറാമൻ, സുദീപ് കുമാർ. ഇതെന്തൂടെ കല്യാണത്തിന് പോവാണോ? എന്ത്? അല്ല, വരുന്ന വരവേണ്ടപ്പോ അങ്ങനെ തോന്നിക്ക് ചില ആഗ്രഹങ്ങൾ. അതിനി ബാക്കി വെക്കണ്ട അല്ലേ സുദീപ്? അതെ അതെ. ഹായ് സുദീപ് കുമാർ. ഹായ് ശ്രീറാം. യെസ്. ആകാശവാണി നീ ഇടയ്ക്ക് റിട്ടയർ ചെയ്തെന്ന് കേട്ടു. ഈയിടയ്ക്കോ? കൊച്ചു പയ്യന്റെ കൂട്ടാ നടക്കുന്നത് അല്ലേ സുദീപ്? അതെ, നിത്യവനമാണ്. നിത്യവൻ എങ്ങനെ പറ്റുന്നു ഇത്? നിങ്ങളുടെ മനസ്സാ അല്ലേ സുദീപ്? അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വിഷമം പിടിച്ച കാര്യമുണ്ട്. അച്ഛൻ മരിച്ചു അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എത്ര ദിവസമായത്? 20 ദിവസമായിട്ടുള്ളൂ. അച്ഛന് പാട്ടുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു? പിന്നെ അച്ഛൻ മനോഹരമായിട്ട് പാടുന്ന ആളായിരുന്നു. എന്റെ ആദ്യത്തെ ഗുരു അച്ഛനാണ്. അച്ഛൻ കോളേജ് കാലങ്ങളിലും സ്കൂൾ കാലങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ വിന്നറായിരുന്നു. പിന്നെ അച്ഛന്റെ ശ്രദ്ധ പിന്നെ വേറെ വഴിക്ക് പോയി. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. കുട്ടിക്കാലത്തൊക്കെ എനിക്കെല്ലാം ഈ ലളിതഗാന മത്സരങ്ങൾക്കൊക്കെ പാടാൻ പാട്ടുകൾ പഠിപ്പിച്ചു തന്നിരുന്ന അച്ഛനാണ്. എനിക്ക് തോന്നുന്നു ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് സുദീപ് ആദ്യം പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. അതെ അതെ. അധികം ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്, കേരള സർവകലാശാല യുവജനോത്സവത്തിന് മുകേഷുമായിട്ട് മത്സരിച്ച് എത്ര തവണയാ? 3 വർഷം. 3 തവണ. പക്ഷെ ഒരു തവണയല്ലേ മുകേഷ് മത്സരിക്കാൻ വന്നുള്ളൂ. ശ്രീറാം, എനിക്കിത് അടുത്തറിയാൻ കാര്യം അറിയാം. ഞാൻ കൊല്ലം ദിവസങ്ങളിൽ വിദ്യാർത്ഥിയാ. അപ്പോ ഇദ്ദേഹത്തിന് ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ല. മുകേഷ് ആ കോളേജിൽ പഠിക്കുന്ന കൈയടി മൊത്തം യൂണിവേഴ്സിറ്റി കോളേജിൽ വരികയാണ്. അപ്പോ ഈ മുകേഷ് കയറുമ്പം ഭയങ്കര കൈഡിയാ. ശ്രീറാം ആരോ അബദ്ധം പറ്റി കൈയടിച്ചത് പുള്ളി കൊണ്ടുവന്ന ആളാ. അത് മാത്രമേ ഉള്ളൂ. മിമിക്രി തുടങ്ങിയപ്പോൾ കൊള്ളാം കേട്ടോ, ആൾ തെറ്റില്ല. സത്യത്തില് ഒരു കിട്ടക്കിട്ടക്ക് നിന്നു. മുകേഷ് കുറച്ചുകൂടെ ലക്കി ആയതുകൊണ്ട് ഫസ്റ്റ് പോയി. എന്നാലും സെക്കൻഡിൽ വന്ന് നിന്നു. പക്ഷെ നാണം കുടുങ്ങിയായിരുന്നു അന്നും. ഇന്ന് നാണം കുണുങ്ങാറുണ്ട്. അതിന് മുമ്പും ശേഷവും പിന്നെ 2 തവണയുടെ രക്ഷപ്പെട്ടു. അതോ അതിനുശേഷമാണോ? 2 അല്ല, അതിന് മുമ്പ് 1 വർഷം കിട്ടി. പിന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചേർത്തല ഗോപാലൻ നായർ സാറിന് വിവരം ഉണ്ടായിരുന്നു, നീ മിമിക്രി കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ? അല്ലല്ല, അതിനൊരു കഥയുണ്ട്. അത് ഞാൻ പിന്നീട് അറിയുന്നത്. സംഗീത അക്കാദമിയിൽ ഒരു ഫംഗ്ഷന് പോവാണ്. അച്ഛനോ മോനോ? അച്ഛനും ഞാനും കൂടെ. അച്ഛന്റെ കൂടെ ഞാനും പോകുന്നുണ്ട്. അന്നേ ഈ പ്രൊമോഷൻ ഉണ്ട്, മകനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളൂ. അതൊഴിച്ച് ബാക്കിയെല്ലാം അതറിഞ്ഞൂടെ? ഓഡീഷൻ എന്നെ തോപ്പിച്ചതാ അച്ഛൻ. ലൈറ്റ് മ്യൂസിക്കിന്റെ സൂപ്പർ തീരുമാനമായിരുന്നു. ആദ്യത്തെ ഓഡീഷൻ അന്നാണ് ആദ്യമായിട്ട് ആളിന് പറഞ്ഞത് സാറിന് ക്ലാസിക്കൽ അറിയാം. എന്റെ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്നെ തോപ്പിച്ചു. പിന്നീട് അറിഞ്ഞത് മകൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓഡീഷന്. അപ്പൊ കൂടെ ഉള്ളവർ പറഞ്ഞു, അത്ര ഗോപാലനാരെ ഒരു നോട്ടങ്ങ് വെട്ടിക്കളഞ്ഞാലേ റെക്കമെൻഡ് ആവില്ലേ? വേണ്ട, അവൻ 1 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത വർഷം അപ്ലൈ പാടിയാൽ നല്ല തീരുമാനമായിരുന്നു അല്ലേ സുദീപ്? എന്റെ അച്ഛൻ ഇതുപോലെ തന്നെ എന്നെ മിമിക്രിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. പറഞ്ഞല്ലേ ശ്രീറാം, ഇന്നിപ്പോ സുദീപ് അറിയപ്പെടുന്ന ഒരു പരിചയ സമ്പന്നനായ ഇരുത്തം വന്ന ഗായകനായിട്ടാണ്. പക്ഷേ സുദീപിൽ ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ദേവരാജ മാഷിന് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ ഈ മിമിക്രി എന്നുള്ള കലയിൽ താല്പര്യം വരാൻ കാര്യം എന്തോ? സ്കൂളിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മത്സരത്തിനൊക്കെ അന്ന് കിളിയുടെ ശബ്ദം, പൂച്ച കരയുന്നത്, അങ്ങനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ മിമിക്രി ഉണ്ടല്ലോ, അത് അച്ഛൻ തന്നെയാണ് അതൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ മത്സരിച്ച് 5ലും 6ലും 7ലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ എനിക്ക് സ്ഥിരം മിമിക്രി ഫസ്റ്റ് കിട്ടും. പിന്നെ അത് ഹൈസ്കൂളിലായപ്പോൾ കുറച്ചുകൂടി ജില്ലാ തലത്തിലോട്ടൊക്കെ സബ് ജില്ലയായി. അങ്ങനെ എനിക്ക് 9ലും 10ലും പഠിക്കുന്ന സമയത്ത് മിമിക്രിക്കും മോണാക്ടിനും ജില്ലാ തലത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കോളേജിലേക്ക് കയറിയ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഇത് 2ഉം കൂടെ പോണ്ട, ശരിയാവത്തില്ല, മ്യൂസിക് മാത്രം മതി, മിമിക്രി കൊണ്ട് കോളേജിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി സമയത്ത് 1-2 മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ശ്രീറാം ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ കുറേ പഴയ ഓൾഡ് ഈസ് ഗോൾഡും അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിട്ട് നടന്നല്ലോ, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്കൊരു നാടകാനത്തിൽ തുടങ്ങിയല്ലോ ശ്രീറാമിന്റെ. പൊന്നരിവാൾ അമ്പിളിയില കണ്ണെറിയുന്നോളേ ആമരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളേ, വാടി നിൽക്കുന്നോളേ, പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ, പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ,
ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പുൽക്കുടിലിൻ പോൽക്കതിരാം കൊച്ചുറാണിയാളെ, കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം. പുൽക്കുടിലിൻ പോൽക്കതിരാം കൊച്ചുറാണിയാളെ, കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം, നമ്മളൊന്നു പാടാം. ഓണനില പാലലകൾ ഓടി വരൂ നേരം, എന്തിനാണ് നെൻകരള് നൊന്തു പോണൻ കള്ളി. എൻ കരളേ കൺകുളിരേ, എൻ കരളേ കൺകുളിരേ, എൻ കരളേ കൺകുളിരേ, നിന്നെയോർത്തു തന്നെ പാടുകയാണെൻ കരൾ. പോരാടുമെൻ കരങ്ങൾ, പോരാടുമെൻ കരങ്ങൾ. ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാൻ, തോളോടു തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ. പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, നേരു നേടും പോരിൽ. എൻ കരളിൻ പൊൽക്കുളിരെ നിന്നെയോർത്തു പാടും പാട്ടുകാരൻ, നാളെയുടെ ഗാട്ടുകാരനല്ലോ, ഗാട്ടുകാരനല്ലോ. ഓക്കെ, സൂപ്പർ. എന്റെ അനിയന് കുട്ടിക്കാലത്ത് നാടകഗാനങ്ങൾ കേൾക്കുമ്പോൾ ഈ പാട്ടിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താ നമ്മൾ അറിയുന്നില്ല, പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അവനെ കുഞ്ഞിലെ വീട്ടിൽ വിളിക്കുന്ന മോനി എന്നായിരുന്നു. അപ്പൊ പോരു മോനി, പോരു മോനി എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ? ഇതിനൊരു മറുപാട്ട് നമ്മൾ കൊടുത്താലോ? അപ്പൊ എനിക്ക് തോന്നുന്നത് സുദീപ് നാടകഗാനങ്ങള് നല്ല സമർത്ഥമായിട്ട് പാടുമല്ലോ. എനിക്ക് ചില പാട്ടുകളൊക്കെ മാഷ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതേറെ മാഷല്ലേ പാടിയിരിക്കുന്നത്? അതെ, മാഷ് തന്നെ പാടിയ. ശ്രീറാമേട്ടനെയും മാഷയുടെ ശൈലിയിൽ പാടാനുള്ള ഒരു പ്രത്യേക വൈഭവമുണ്ട്. മാഷ പരിപാടികൾക്ക് തന്നെ മാഷ പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ്. അല്ല, മാഷ് എന്തോ പറഞ്ഞു, അല്ല എങ്ങനെയാ അത്? സുദീപ് നന്നായിട്ട് മാഷിനെ അനുകരിക്കുമല്ലോ. അല്ല അങ്ങനെ അല്ല, ഇദ്ദേഹം പാട്ട് പാടിക്കഴിഞ്ഞു. മാഷെ എനിക്ക് അത്ര ശരിയല്ല, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പാടിക്കോട്ടെ. ചിലപ്പോ മാഷ് മിണ്ടില്ല, കുറച്ചു നേരം എല്ലായിടത്തോടും നോക്കിയിരിക്കും വേറെ സ്ഥലത്തേക്ക്. മാഷെ ഒരിക്കൽ കൂടെ നീ ഇത് പാടി നേരം എളുപ്പിക്കുവോ? മാഷ് അത് പിന്നെ പിന്നെ പാടി പാടി നേരെ പോകുന്നേക്കാ. മാഷ് വളരെ മിനിമത്തിലേ പറയുള്ളൂ, പക്ഷെ ഭയങ്കര കുറുക്കിയുള്ളത് വാക്കുകളായിരിക്കും. ഒരിക്കലും മാഷ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, മാഷ് ഒരിക്കലും നീ എൻ്റെ പാട്ടൊക്കെ പാടുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ ഞാനൊന്ന് പേടിച്ചു. ഞാൻ ഇങ്ങനെ നീ എങ്കിലും പാടുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഈ ഗാനമേളയ്ക്കൊന്നും ഈ പാട്ടൊന്നും അധികാരം പാടാറില്ല. അപ്പോൾ എനിക്കൊരു താല്പര്യത്തോടുകൂടി ഞാൻ പാടിയത്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ശ്രീറാമിന് ഇതൊക്കെ പാടാനൊരു പ്രത്യേകതയുണ്ട് അല്ലെ? ഒരു പ്രത്യേക കഴിവുണ്ട് തീർച്ചയായിട്ടും. മാത്രമല്ല ആ കാലമൊക്കെ ഓർമ്മ വരും. എനിക്ക് തോന്നുന്നു ഈ ഉദയവാനിച്ചേട്ടൻ്റെയൊക്കെ തോളെ കേട്ട് നടന്നുകൊണ്ടാന്ന് തോന്നുന്നു. ആ ഒരു വാർദ്ധക്യം ഓർമ്മിപ്പിക്കരുത്. അപ്പൊ സുദീപ് നമുക്ക് ഏതാ ഒരു ഞാൻ ഒരു പാട്ട് പാടാം. മാഷയുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രണയഗാനം. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ, മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ. തേൻ മലർത്തുകാൻ ഉൾക്കുളിർ പാകാൻ നീ വരില്ലിനി, നീ വരില്ലിനി. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. ഓക്കെ, ഗുഡ് ഗുഡ്. സുദീപിന് എനിക്കൊന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സമ്മാനം കിട്ടി അല്ലേ? അതെ, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത്. കോമ്പറ്റീഷനിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത്. അതിനുമ്പോൾ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒന്ന് ശ്രമിച്ചു, പരാജയപ്പെട്ടു. സ്റ്റേജിൽ കയറി കുറച്ച് നിന്ന് തിരിച്ചിറങ്ങി പോകുന്നു, പാടിയില്ല, വിജയകരമായി പിന്മാറി. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ തിരുവനന്തപുരം മോഡൽ LP സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്.
അപ്പൊ അച്ഛൻ ആ സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു ജോലി. അങ്ങനെ അവിടെ അപ്പൊ ആദ്യമായിട്ട് അവിടെ ലളിതഗാന മത്സരത്തിന് പാടുകയാണ്. ആ സമയത്ത് റേഡിയോയിൽ ലളിത സംഗീത പാഠമുണ്ട്. അപ്പോൾ എം ജി രാധാകൃഷ്ണൻ സാറും പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറും ഒക്കെ പഠിപ്പിക്കുന്ന പാട്ടുകൾ ഉദയഭാനു സാർക്ക്. അപ്പോൾ അതിൽ എം ജി രാധാകൃഷ്ണൻ സാർ പഠിപ്പിച്ച ഒരു പാട്ട് കേട്ട് അച്ഛൻ പഠിച്ചിട്ട് എന്നെ പഠിപ്പിച്ചു. ആ പാട്ട് ശ്രീറാമേട്ടനൊക്കെ അറിയാം, എല്ലാ റേഡിയോ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ശ്രീകണ്ഠ സാറിനും അറിയാൻ പറ്റും. ശാരദേന്ദുമയൂഖമാലകൾ പൂചൊരിഞ്ഞൊരി സന്ധ്യയിൽ രാഗമാധുരി തൂകി വന്നു ശാരികേയൻ മുന്നിൽ നീ. ദാസാറ് പാടിയത്. ഞാനിത് കേട്ടിട്ടില്ല ദാസാർ പാടിയതൊന്നും. അച്ഛൻ പാടിയതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അച്ഛൻ പഠിപ്പിച്ചതാണ്. ഈ പാട്ട് ആണ് പാടുന്നത്. അപ്പോൾ പേര് വിളിക്കുമല്ലോ, ചെസ്റ്റ് നമ്പർ വിളിച്ച സമയത്ത് ഞാൻ ആ ഒരു മരച്ചോട്ടിൽ നിൽക്കുകയാണ് സ്കൂളിൽ. ഓടി സ്റ്റേജിലേക്ക് കയറി ആ വേരിൽ തട്ടി വീണ് മൂക്കിനകത്തൊക്കെ മണ്ണൊക്കെ കയറി ആകെ പാനിക്കായിട്ട് നിൽക്കുമ്പോൾ വന്ന് എല്ലാവരും പറഞ്ഞു, സാരമില്ല മോൻ ഇപ്പം പാടണ്ട, കുറച്ച് കഴിഞ്ഞ് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി. അങ്ങനെ അപ്പോഴും പിന്നെയും തടസ്സമാണ്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാ കുട്ടികളും പാടിയിട്ട് അവസാനമായിട്ട് തന്നെ എല്ലാ മത്സരം തീരാറായി, ഇപ്പൊ പാടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പാടി. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് നമ്മൾ പാടിയത്. അതെ, രക്തം കണ്ടാണ് അങ്ങനെയാണ് വിജയത്തിലെത്തിയത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു പ്രൈസ് കിട്ടുന്നത്, ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പാടുന്നത്. അത് വീട്ടിലെ അലമാരിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ടോ? വീട്ടില് അമ്മയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിന്റെ അതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഒരു ബോക്സ് ആയിരുന്നു. അപ്പൊ എന്റെ കൂടെ ഒരു ബുക്കും ഒക്കെ, എന്തൊരു സ്റ്റോറി ബുക്കൊക്കെ ഉണ്ട്. ആ ബോക്സിനകത്താണ് അമ്മ വർഷങ്ങളായിട്ട് ഈ സൂചി നൂലൊക്കെ ഇട്ട് സൂക്ഷിക്കുന്നത്. അതെ അതെ. അപ്പൊ ശ്രീറാം, നമ്മള് കായംകുളത്ത് ഒരു പ്രോഗ്രാമിന് പോയി, ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അവസാനം പെട്ടുപോയെന്ന് കേട്ടു. ഇതൊക്കെ അറിഞ്ഞല്ലേ? അറിഞ്ഞു. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് പറ്റിക്കുന്നത്. പറ്റിക്കുകയല്ല, നമ്മൾ വിചാരിക്കാൻ അടുത്ത സുഹൃത്തല്ല. അല്ല, ഈ കാര്യത്തിലല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടില് കായംകുളത്ത് അവരുടെ ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാണ്. ശ്രീറാം ഉറപ്പായിട്ട് വരണം, പാടാം. അന്ന് കാറ്റേ ആയിട്ടില്ലല്ലോ. അതെ, അടുത്ത കാലത്ത് പറ്റിയതല്ലേ? അപ്പം നിർബന്ധമായിട്ട് വരണം, ഞങ്ങൾ വണ്ടിയും കൊണ്ടുവരും. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ട്രെയിനിൽ വരാം. അല്ലല്ലേ, ഞങ്ങൾ കാറും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നു. അവിടെ ഒരു 6 മണിക്കൊക്കെ സന്ധ്യക്ക് എത്തുന്നു. പുള്ളി വീട്ടിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ തരുന്നു. വളരെ ഒരുപാട് പേര് വരുന്നു, സെൽഫി എടുക്കുന്നു. പിന്നെ സെൽഫിയൊക്കെ എടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി സ്റ്റേജിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ അവരുടെ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു പൂജാമുറിയുടെ അത്രേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ വെച്ച് അത്രേ ഉള്ളൂ. സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്ര പോലും ഇല്ല. നമ്മൾ പാടാൻ നിന്നാൽ കീബോർഡിസ്റ്റിന് മറിഞ്ഞ് താഴെ പോകും. ഒരു കീബോർഡിസ്റ്റിന് തബലയും മാത്രമേ ഉള്ളൂ. സ്റ്റേജ് ഇങ്ങനെ കൂടുതൽ. അതെ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറയുന്ന പാട്ടൊന്നും ഈ കീബോർഡിസ്റ്റിനൊന്നും അറിഞ്ഞുകൂടാ. അവസാനം ഞാനങ്ങ് പാടി, അവരെന്തൊക്കെ വായിക്കുന്നുണ്ട്. 5-6 പാട്ടൊക്കെ പാടി. അതൊക്കെ കഴിഞ്ഞു. രാത്രി ഒരു 10-12 മണിയായി. ഞാൻ പറഞ്ഞു തിരിച്ച് പോകാൻ. ഞങ്ങൾ വിടാം. വണ്ടി എന്തോ കുഴപ്പം പറ്റി ശ്രീറാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എനിക്ക് പിറ്റേ ദിവസം ഓഫീസിൽ പോകണം രാവിലെ. ഞാൻ പറഞ്ഞു പോയേ പറ്റൂ, ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ചുറ്റി കറങ്ങി നടക്കുന്നു, ഒന്നും നടക്കുന്നില്ല. 1 മണിയോളമായി. ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ. എന്നാൽ ശ്രീറാം ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ബസ് സ്റ്റാൻഡ് വരെ വിടാം, ഒരു ബസ്സിലങ്ങ് പോവാമോ? വേറെ നിവൃത്തിയില്ല, വണ്ടി വഴിയിലങ്ങനെ നിന്ന് പോയാൽ പിന്നെ അന്തസ്സായിട്ട് വന്നതാ. അപ്പോ കായംകുളം ആ ഭാഗത്തെ ബസ് സ്റ്റാൻഡിലും അല്ല, ഒരു ജംഗ്ഷനിൽ കൊണ്ട് വിട്ടിട്ട് ഇവിടെ എക്സ്പ്രസ് വരെ ഇവിടെ നിർത്തും. അതെ, ഞാൻ പറയും ശരി. അപ്പൊ എന്റെ ധാരണ എന്താ, ഇവരും കൂടെ ഇറങ്ങി നിൽക്കും. ഞാൻ ഇറങ്ങി, ഇവര് വണ്ടിയും കൊണ്ട് തിരിച്ചു പോയി. ഈ പാതിരാത്രി കഴിഞ്ഞു. 1 മണി 1:30 മണി ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക. ഒരൊറ്റ ബസ്സില്ല, വരുന്നതൊന്നും നിർത്താതെ അടിച്ചു പോവുക. 2:30 മണി കഴിയുമ്പോൾ ഒരു എക്സ്പ്രസ് നിർത്തി, അത് ഒരാൾക്ക് ഇറങ്ങാനായിട്ട് നിർത്തി കൊടുത്തതാ. രാത്രി നിർത്തി കൊടുക്കുമല്ലോ. അപ്പൊ ഞാൻ ചാടിയങ്ങ് കയറി കഴിഞ്ഞ് വാതിൽ അടച്ചപ്പോഴാണ് ആ വാതിലിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. 1 ഇഞ്ച് സ്ഥലമില്ല. ഞാൻ നിന്ന് യാത്ര ചെയ്തു വന്നു. ഏകദേശം കഴക്കൂട്ടം കഴിയുമ്പോഴാണ് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചിറങ്ങി വണ്ടിയും പിടിച്ച് വീട്ടില് അന്തസ്സായിട്ട് അന്ന് ഞാൻ 5-6 പ്രാവശ്യം. പൈസ കിട്ടിയോ? ഇല്ല. നന്നായി. സുഹൃത്തല്ലേ, സുഹൃത്ത് പരിപാടിക്ക് വിളിക്കുമ്പോ പൈസ വാങ്ങിക്കാമോ? പിന്നെ തരൂല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ആശ്വസിക്കാം. അങ്ങനെ തിരിച്ചു വിളിച്ചു പല പ്രാവശ്യം. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല.
ഈ അപ്പൊ പരിപാടി ആ. ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും അദ്ദേഹം ഇത് കാണുകയും അന്നത്തെ പ്രതിഫലം വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്യും. മിക്കവാറും അത് സംഭവിക്കും. ആ. ഇല്ലേ? അപ്പൊ ഈ സുദീപിന് കുറെ ആരാധകരൊക്കെ ഉണ്ടല്ലോ. ഒരു സെക്യൂരിറ്റി സ്ഥിരമായി വിളിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ATM സെക്യൂരിറ്റി. അപ്പൊ ഇത് ഒരു ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയാം. ശ്രീമട്ടനെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ആ ആരാധന എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. രാത്രിയില് ആ സമയത്ത് കോള് വരും. അപ്പൊ എത്ര മണിക്കായിരിക്കും അത്? ഈ പറഞ്ഞ പോലെ 1:30-2 മണി സമയത്താണ് കോള് വരുന്നത്. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഞാൻ ആ സമയത്ത് എൻ്റെ പാട്ടുകൾ ഈ ഡയലർ ടോണായിട്ട് ഇട്ടിരുന്നു. വിളിക്കുമ്പോൾ നമ്മുടെ പാട്ട് തന്നെ വരുമല്ലോ. അപ്പൊ അതൊരു സുഖമല്ലേ, വിളിക്കുന്ന ആൾക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. നമ്മൾ വിളിക്കുന്ന ആൾക്ക് നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മളാണെന്ന് ഉറപ്പിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പാട്ട് ആ സമയത്ത് ഹിറ്റായ ഒരു പാട്ട് വെച്ചിരുന്നു. അപ്പോൾ രാത്രി 1:30 മണിയായപ്പോഴത്തേക്ക് ഒരു കോള് വന്നു. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ കട്ടായി. പിന്നെയും കിടന്നുറങ്ങി. 2:30 മണിയായപ്പോൾ പിന്നെയും കോള് വന്നു. അപ്പോഴും 2-3 റിങ് കഴിയുമ്പോൾ ഞാൻ അപ്പോഴല്ലേ നമ്മൾ എണീറ്റ് വരും, ഉറക്കത്തിലല്ലേ, ഡീപ് സ്ലീപ്പ് അല്ലേ, തിരിച്ചു വെക്കുന്നു, കിടന്നുറങ്ങും. പിറ്റേ ദിവസം ഇത് തന്നെ തുടരുന്നു. അപ്പോൾ എനിക്ക് ആ നമ്പർ തിരിച്ചു വിളിച്ചില്ല, ആ സമയത്ത് വിളിച്ച് ആരാണെന്ന് അറിയില്ലല്ലോ. പിറ്റേ ദിവസം ഇത് തന്നെ രാത്രി 1:30 കോള് വരുന്നു. എടുത്തു നോക്കുമ്പോൾ കട്ടാവുന്നു. അപ്പം ഞാൻ പിന്നെ ഉറങ്ങാതിരുന്ന് എന്നിട്ട് തിരിച്ചു വിളിച്ചു, അയാൾ എടുക്കുന്നില്ല. പിന്നെ അയാൾ വിളിക്കുന്നു, ഞാൻ എടുക്കുമ്പോൾ കട്ട് ചെയ്യും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതെന്ത് സംഭവം, രാവിലെ വിളിക്കാം. ശരിക്കും ദേഷ്യം വന്നു. രാവിലെ തിരിച്ചു വിളിച്ചു. രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് ഹലോ ആരാണ്? സാറേ എൻ്റെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു. എന്താ നിങ്ങൾ ഈ അസമയത്ത് എന്തിനാണ് വിളിക്കുന്നത്? രാത്രി നിങ്ങൾക്ക് പകൽ വിളിച്ചുകൂടെ? എന്താ കാര്യം, എന്താ പറയും? അതല്ല സാറേ, സാറിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. എന്താ ആരാധകനാണെങ്കിൽ എന്താ നിങ്ങളെന്തിനാ രാത്രി വിളിക്കുന്നത്? അല്ല, സാറിനെ വിളിക്കുമ്പോൾ സാറിൻ്റെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കേട്ടാൽ മതി, എനിക്ക് ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങുന്ന സമയത്താണോ നിങ്ങൾ പാട്ട് കേൾക്കുന്നത്? നിങ്ങൾക്ക് പകൽ വിളിച്ചുകൂടെ? അതല്ല സാറേ, എനിക്ക് രാത്രി ഉറക്കമില്ല. എന്താ? ഞാൻ ATM-ലെ സെക്യൂരിറ്റിയാണ്. ശ്രീറാം പഠിക്കുന്ന കാലത്ത് ശ്രീറാമിനൊരു കാമുകി ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, കല്യാണം കഴിക്കണമെന്ന് താല്പര്യപ്പെട്ട് വരുന്ന ഒരു കാമുകി. അങ്ങനെ കാമുകിമാരുടെ ഒരു നീണ്ട നിരയുണ്ടെന്ന് പറഞ്ഞു കളയരുത്. ഇല്ല, ഒരിക്കലും തള്ളിക്കളയരുത്. ഒരിക്കലും ഇല്ല. റിട്ടയർമെന്റ് ഒക്കെ ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കുകയാണ്, ഭാര്യയൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള ഒരു ധാരണയും കൂടെ വെച്ചിട്ട് ആ കാമുകിയെ കുറിച്ചൊന്ന് ഗുഡ് ഓൾഡ് ഡേയ്സ് സ്മരിക്കും. ശരിക്കുള്ള കഥയുടെ ഒരു 50% ഓർമ്മകളിൽ ഇപ്പോൾ മഴ പെയ്യുകയാണ്. ഇല്ല ഇല്ലില്ല, എന്റെ പൊന്നെ, ശീതക്കാറ്റ് അടിക്കും. ഓക്കെ, നല്ല കാര്യം. ഇത് എത്രാം വയസ്സിലാണ്? അല്ല, ഇത് കോളേജിലാണ്. കാമുകി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാട്ടൊക്കെ കേട്ട് വലിയ താല്പര്യമാണ്. ശ്രീറാം ഈ കോളേജിലൊക്കെ നന്നായിട്ട് പാടി നടക്കുന്ന ആളായിരുന്നു. പിന്നെ പാട്ടും മിമിക്രി. പാട്ടിനും മിമിക്രിക്കും ഈ കോളേജിൽ പെമ്പിള്ളേരുടെ വലിയ മാർക്കറ്റാ. മിമിക്രിക്ക് കുറെ കൂടെ അറിയാതെയും പോയി. അങ്ങനെയാണ് ഞാൻ മിമിക്രിയിലോട്ട് വന്നത്. അതെ, പാട്ട് വെച്ച് കുടിക്കാൻ പറ്റത്തില്ല. പാട്ട് ചില കേസ് വീഴത്തില്ല. എങ്ങനെ? ജി വേണുഗോപാല്, ഡി ശ്രീനിവാസൻ, ഇവരെല്ലാം കോളേജിലാണ്. ബാലഗോപാലൻ തമ്പി, ഇതെല്ലാം ഒരു കോളേജില്. അവർക്ക് മിമിക്രി ഇല്ല, നമ്മളിപ്പുറത്ത് പിടിച്ചു. വേണുഗോപാലും മിമിക്രി പറഞ്ഞാൽ വിവരം അറിയും അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രത്യേക താല്പര്യം. അപ്പൊ അവര് ഡിഗ്രിക്ക് പഠിക്കുക, അപ്പൊ ഞാൻ MA ഫൈനൽ ഇയർ. അപ്പൊ ഇങ്ങനെ ഒരാളല്ലേ ഉള്ളൂ. അതെ, പിന്നെ ബഹുമാനിച്ചതല്ലേ അവൾക്കർ. ഓക്കെ. അപ്പൊ വരും, സംസാരിക്കും. ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നൊരു നല്ല പയ്യന. ക്ലാസ് കട്ട് ചെയ്യണമെങ്കിൽ നേരെ അപ്പുറത്ത് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, അവിടെ പോയിരിക്കും. പെൺകുട്ടികളുടെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, അതിന്റെ നടയിൽ കാണും. അത്ര നല്ല പയ്യനാ. അപ്പൊ ഇവരിങ്ങനെ ഇടയ്ക്ക് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ കുറച്ച് കൂടുതൽ സംസാരം. അപ്പൊ അതൊക്കെ ഞാൻ വളരെ നോർമൽ. അപ്പൊ ഒന്നുമില്ല, ഒന്നും വരില്ലല്ലോ. അപ്പൊ കോളേജ് എക്സാം ഒക്കെ വരാനുള്ള സമയമായി. ലാസ്റ്റ് ഡേ കണ്ടാണ്. അപ്പൊ ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പുറത്തെ വശത്താണല്ലോ, സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ. അപ്പൊ ഈ കുട്ടി വന്ന് പറയും, അപ്പൊ നമ്മളെ ഇനി നമ്മളെ കാണില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. നമ്മൾ ചോദിക്കും, കല്യാണം കഴിച്ചാലോ നമുക്ക്? ഞാൻ പറഞ്ഞു, കല്യാണോ? ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചോണ്ടിരിക്കണേ ഉള്ളൂ, ജോലിയൊക്കെ വേണ്ടേ? അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമുണ്ട്, എനിക്കൊരു ജോലി വേണ്ടേ? അല്ല, എന്റെ അച്ഛന് ഒരുപാട് പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞു, അതവിടെ ഇരുന്നോട്ടെ, അത് പിന്നെ എടുത്തോളാം ഞാൻ. ഇപ്പൊ തൽക്കാലം എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണല്ലേ? ഞാൻ പറയാം, അങ്ങനെയാണ്. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ വർഷങ്ങൾ ഒരുപാട് പോയി. എനിക്ക് നമ്മൾ ആകാശവാണിയിലെ പോസ്റ്റിംഗ് മാംഗ്ലൂരായിരുന്നു. അപ്പൊ മാംഗ്ലൂരും പോയിട്ട് 94, ഇത് 83 നടന്ന കഥയാണ്. 82, 83. 94, 95 തിരിച്ചു വരുന്നു. അപ്പം ഒരു ലീവിന്റെ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഈസ്റ്റ് ഫോർട്ടോ വഴി ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ നല്ല പരിചയമുള്ള ഒരു മുഖം. എവിടെയോ കണ്ടിട്ടുണ്ട്.
ഫാമിലി ആയിട്ട് ഭർത്താവ്, ഭാര്യ, മക്കള് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകും. അലസഗമനം. അപ്പം വണ്ടി എന്നിട്ട് ശ്രീറാമല്ലേ? ഞാൻ പറയാം അതെ. എന്നെ മനസ്സിലായോ? ഞാൻ പറയാം മനസ്സിലായി. ഇപ്പൊ എവിടെ? കാശുള്ള അച്ഛൻ. ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ മാംഗ്ലൂരാണ്. അവിടെ ആകാശവാണിയില്ലല്ലേ? ഓ ശരി. അപ്പം വൈഫ്? ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ്. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ 95-ലായിരുന്നു എൻ്റെ കല്യാണം. ഞാൻ പറഞ്ഞു ഇതുവരെ ആയിട്ടില്ല. ഞാൻ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ആലോചിക്കട്ടെ. ഞെട്ടിപ്പോയി. വിടാൻ വഴിയില്ല. ഞാൻ ആലോചിച്ചോളൂ. ശ്രീറാം, സുദീപ് കുമാർ, നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ? പരമാനന്ദം. സുദീപ് കുമാറിനോട് കുട്ടിയേട്ടൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ ഒരു ഗായകൻ ആയതിന് പുറകിൽ ഒരു കുരങ്ങിന് വലിയ സ്ഥാനമുണ്ടെന്നും കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കുരങ്ങുമായി താങ്കളുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് താങ്കൾ ഗായകനായത്. കുരങ്ങുമായിട്ട് വന്ന ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരാൾ വന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോ അന്നൊക്കെ അങ്ങനെയുണ്ട് ഇപ്പൊ അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, വന്യജീവി സംരക്ഷണ നിയമം പ്രകാരം പറ്റില്ല. ഈ കുരങ്ങിന്റെ അരയിലൊരു ചരടൊക്കെ കെട്ടിയിട്ട് ഒരാളൊരു പാത്രമൊക്കെ ആയിട്ട് വന്നിട്ട് എന്നിട്ട് ആ കുരങ്ങിനെ കളിപ്പിച്ചിട്ട് നമ്മുടെ വീടിന് മുറ്റത്തൊക്കെ കുരങ്ങ് കിടന്ന് കളിക്കും. എന്നിട്ട് അയാൾ ആ പൈസ വാങ്ങിച്ചിട്ട് പോകുന്നൊരു പരിപാടി. കുട്ടനാട്ടിലാണ് ഞാൻ പറയുന്നത്, കൈനേരിയിൽ. അപ്പോൾ ഒരു കുരങ്ങിനെ കൊണ്ട് ഒരാൾ വന്നു. എന്നിട്ട് അയാളൊരു എന്തോ ഒരു പാട്ട് പാടി. ഈ പാട്ട് ഏത് ഭാഷയാണെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. ലിറിക്സ് എനിക്ക് ഇപ്പോഴും അറിയാം. സരസാണ്ട്രവനെ സെൻട്രിയാനസേ. തമിഴാണോ? എന്ത് സരസാണ്ട്രവന് എന്ത് ഭാഷയെന്ന് എനിക്ക് അറിഞ്ഞു. ട്യൂണൊന്നും എനിക്ക് ഓർമ്മയില്ല. സരസാണ്ട്രവനെ അങ്ങനെ എന്തോ ഒരു ട്യൂണ് പാടിയേ. സെൻട്രിയാനസേ. പിന്നെന്തോ ഒരു പരിപാടി പിന്നെ രാമ ചാടറാ ചാടടാ എന്ന് പറയുമ്പോൾ ഈ കുരങ്ങൻ 2 ചാട്ടമൊക്കെ ചാടും. എന്നിട്ട് ഈ കുരങ്ങനോട് പറയാൻ രാമ സലാം കൊടുക്കുക എന്ന് പറയുമ്പോൾ കുരങ്ങൻ ഒരു സല്യൂട്ട് അടിക്കും. എന്നിട്ട് അയാൾ പൈസ വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെ ഒരു പ്രാവശ്യം അയാൾ വന്നിട്ടുള്ളോന്ന് എനിക്ക്, അതോ പലതവണ വന്നോന്നൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഇങ്ങനൊരു സംഭവമുണ്ട്. അതിൻ്റെ ബാക്കി പത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ കസിൻ, അമ്മാവൻ്റെ മകൻ, അദ്ദേഹം ഒരു മ്യൂസീഷ്യനായിരുന്നു, ക്ലാസിക്കൽ മ്യൂസീഷ്യനായിരുന്നു. കരുവാറ്റയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അദ്ദേഹം പുരുഷൻ ഭാഗവതർ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞിട്ട് ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, എടാ ആ കുരങ്ങനെ കൊണ്ട് വന്ന് ആ പാട്ടൊന്ന് പാടണമെന്ന് പറയും. അങ്ങനെ ഞാൻ അന്ന് എങ്ങനെ പാടിയത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം കുരങ്ങ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ. അവനന്ന് 3 വയസ്സേ ഉള്ളൂ. അവനൊരു ചെറിയ നിക്കർ ഇട്ടിട്ട് അരയിലൊരു ചരടും കെട്ടി അവനെ ഞാനിങ്ങനെ കുരങ്ങിനെ പോലെ കൊണ്ടു നടക്കും. എന്നിട്ട് അവനിപ്പോ ഇത് കാണുന്നുണ്ടാവും ടി-വിയിൽ. ഇനി അവന് ഓഫീസിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും പോട്ടെ. എന്നിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ ഈ കുരങ്ങ് ഷോ ഒരുപാട് കാലം നടത്തിയിരുന്നു. സ്റ്റേജിലല്ല, വീട്ടിൽ ആര് വന്നാലും എടാ മറ്റേ കുരങ്ങിന്റെ ഇത്. അപ്പൊ അപ്പോഴേ അനിയൻ റെഡിയാ, ചെറിയ നിക്കറിട്ട് അവനിങ്ങി വരും, ഒരു ചരടെടുക്കും, പാട്ട് റെഡി. അതൊരു പാട്ടായിട്ടും ഇല്ല. ഇതാണ് എന്റെ ലിറിക്സ്. സരസാണ്ട്രവനെ സെൻട്രിയാനസേ, അത്ര എനിക്കറിയാം. ഏത് ഭാഷയെന്ന് അറിഞ്ഞുകൂടാ, അത് ഞാനോട് ചോദിക്കാനും വഴിയില്ല. അങ്ങനെയാണ് ഞാനൊരു പ്ലേബാക്ക് സിംഗർ ആവുന്നത് ആദ്യമായിട്ട്. അല്ല, സുദീപിന്റെ ആദ്യം ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ഏതായിരുന്നു? ആദ്യം ശരിക്കും ഞാൻ നമ്മുടെ ചില ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ടീമിൽ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ കളിക്കാൻ ചാൻസ് കിട്ടൂല. അങ്ങനെയായിരുന്നു എന്റെ അവസ്ഥ ആദ്യത്തെ 3 കൊല്ലം. 98-ൽ സിനിമ പാട്ടിന്റെ കാസറ്റിൽ വന്നു, എന്നാ സിനിമയിലില്ല. ഒരു പടം അങ്ങനെ വന്നു, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വേറെ സിനിമ വരും. അപ്പോഴും എല്ലാവരും ചോദിക്കും ഈ പാട്ട് സിനിമയിലുണ്ടോ? അപ്പോഴതും സിനിമ വരുമ്പോൾ ഇല്ല. അങ്ങനെ ഞാനൊരു 3 കൊല്ലം ടീമിലുണ്ട് എന്ന കളിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ പോയി. ആദ്യം ജോണി ചേട്ടന്റെ താലോലം സിനിമയിലെ കാസറ്റിലാണ് ആദ്യം പാടുന്നത്. പിന്നെ അതുപോലെ സ്നേഹം, അങ്ങനെ കുറച്ച് കന്മതത്തിലൊക്കെ ഞാൻ ഓഡിയോയിൽ മാത്രം പാടിയിട്ടുണ്ട്. ഓഡിയോയിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ട് വന്ന സിനിമ പാട്ടെന്ന് പറയുന്നത് ഉമ്മപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ, മോഹൻ ചേട്ടന്റെ സംഗീതത്തിലുള്ള പാട്ടാണ്. വിനയൻ സാറാണ് എനിക്ക് ആ അവസരം തരുന്നത്. ആ പാട്ട് പാടാം. അധരം സഖി മധുരം നീടാമോ, മിഴിയാം കടൽ തിരയിൽ ഞാൻ നീന്തി വന്നു, ഹൃദയം നിൻ മണിമാറിൽ ഒരു ഹാരം പോൽ ചൂടാം, വരു നീരാഗലോലേ. ഓ അധരം സഖി മധുരം നീടാമോ. ഓക്കെ, സൂപ്പർ. ശ്രീറാം, എനിക്കൊന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു മിമിക്രി സംഘം ഉണ്ടായിരുന്നല്ലോ, ടി.കെ. രാജീവ്കുമാർ, പിന്നെ നന്ദു അല്ലേ? അല്ലെ, സൂപ്പർ മിമിക്സ് അല്ലെ? അതിലെ കുറെ കാലം തത്തി കളിച്ചു. പക്ഷെ ഒരു പാട്ട് സിനിമയെ പാടി ഹിറ്റാവാൻ 52-ാം വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു.
ചെറിയൊരു കാലമല്ല. ഇത്രയും കയ്യിലിരിപ്പ് കുഴപ്പമായിരുന്നോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു ആ അങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹം എവിടെങ്കിലും ഇടിച്ചു കയറാനൊക്കെ ഉള്ള ബിരുദം എങ്ങനെ ഇടിച്ചു കയറാൻ പറ്റില്ല? ഒരിക്കലും ഇല്ല. ഇടിച്ചകത്ത് കയറിയില്ല, എന്റെ ഇരട്ടി സ്പീഡിൽ പുറത്ത് വീഴും. ഇല്ല, അങ്ങനെ ഒരു ശ്രമമേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇല്ലായിരുന്നു. സത്യം. ഇല്ല, ആകാശവാണിയുടെ പുറകെ ഇങ്ങനെ നടപ്പായിരുന്നു ആ. കൂടുതലും. അല്ല, അതിന്റെ മുന്നേ നടന്ന കാലമായിരുന്നു ചോദിക്കുന്നത്. ഇല്ല, തരങ്കിണിയിലെ ഒരുപാട് കാസറ്റുകൾക്ക് ആ. ഞങ്ങൾ കോറസ് പാടിയിട്ട് ആ. ചിലതിന് ട്രാക്ക് പാടാൻ വിളിക്കുമ്പോൾ ഞാൻ തന്നെ പറയും, മറ്റേ ആള് പാടിക്കോട്ടെ, ഞാൻ പാടണില്ല. അങ്ങനെ ഒന്ന് ആ. ഒരു ഒഴിഞ്ഞുമാറ്റം പണ്ട് മുതൽ വൃന്ദഗാന ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? സ്ഥിരം, ആകാശവാണി കോറല്. അത് സ്ഥിരം ആ ആദ്യം മുതലേ. പിന്നെ ഓൾഡ് ഈസ് ഗോൾഡ് എവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഉണ്ട്. അവിടെ ഉണ്ട്. ARL അന്നത്തെ സംഗീത സംവിധായകർ എല്ലാവരും പ്രശസ്തരായ സിനിമ അതെ, സംഗീത സംവിധായകരാണ്. ഡയറക്ടേഴ്സ് അവിടെ തന്നെ ഉണ്ട്. അതെ. വെളിയിൽ പോകണ്ട, കേസ് കിട്ടുന്നുമില്ല. പിന്നെ കൂടെ പഠിച്ചവരും അല്ലാത്തവരും എല്ലാവരും ഫ്രണ്ട്സ് ആണ്. അവരെല്ലാം സിനിമ സംവിധായകരും എല്ലാം ഈ കൂടെ കൂടെ പഠിച്ചത്. പഠിച്ച ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയപ്പോൾ കമന്തടന്ന് കരയുമായിരുന്നു. എങ്ങനെ? ഒരിക്കലും ഇല്ല. ഇല്ല. അവരുടെ നല്ല എന്തോ സമയം. ഒരു നല്ല മനസ്സാണ്. എന്തൊരു തങ്കമാന. വെളി വെക്കരുത് കേട്ടോ ഈ മനസ്സ്. അടിച്ചുകൊണ്ട് പോയ ആൾക്കാർ. എന്നിട്ട് ഒരു 52-ാം വയസ്സില് ആ. അല്ലേ അതെ. പാടേണ്ടി വന്നു. അതൊരു വരവ് തന്നെ. വരവ് തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? ജയചന്ദ്രൻ ഒരു ദിവസം വിളിക്കുന്നു, നമ്മുടെ 1928-30 കാലഘട്ടത്തിലെ ഒരു സിനിമ, ആ. അതിനുവേണ്ടി 2 പാട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ. തരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഒരു പാട്ട് അത് ശ്രീരാമേട്ടൻ വന്നൊന്ന് പാടി നോക്കണം സ്റ്റുഡിയോയില്. അപ്പൊ ഞാൻ ചോദിച്ചു, ജയചന്ദ്രൻ എന്നെയാണോ വിളിക്കുന്നത്? ആ, കാരണം അന്ന് പാലക്കാട് ശ്രീറാമുണ്ട്, കട്ടമ്മിൽ ഈ എൽക്കമല്ല അതൊക്കെ കത്തി നിൽക്കുന്ന സമയം. ചേട്ടനെ തന്നെ വിളിച്ചത്, സൗകര്യം പോലെ വന്ന ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ അടുത്ത ആഴ്ച കൊച്ചിയിൽ പോകുന്നു. പാട്ടുപാടാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് വക്കം വിജയലക്ഷ്മി ഉണ്ട് ഇവിടെ പാടാൻ. അപ്പൊ അന്ന് ഈ പാട്ട് പഠിപ്പിച്ചു തന്നിട്ട് പാടുമ്പോൾ വളരെ പ്രത്യേകതയുള്ളൊരു പാട്ടായിട്ട് തോന്നി. പക്ഷെ ഒരിക്കലും ഇത്തരത്തിലൊരു ഹിറ്റ് ആവുന്ന ഞാൻ ജന്മത്ത് വിചാരിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. സത്യം, വീട്ടിൽ പോലും പറഞ്ഞില്ല. വൈഫ് രജനി ചോദിച്ചു എവിടെ പോകണം, ഞാൻ പറഞ്ഞു കൊച്ചിയില് ജയചന്ദ്രന്റെ ഒരു ഡോക്യുമെന്ററി എന്തോ എടുക്കുന്നു, അപ്പൊ അതിന് കുറച്ച് വരികൾ പാടാൻ. പറയാതെ വീട്ടിൽ നിന്ന് വിടുവോ? എവിടെ വേണോ പൊക്കോ, എല്ലായിടത്തും ഇപ്പോഴും അങ്ങനല്ലേ, പറയാതല്ലേ കൊല്ലി. അപ്പോ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. പാട്ടൊക്കെ പാടി തിരിച്ചു വന്നു. എന്താ പറഞ്ഞത്? നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ലാണ്ട് പാടി. ഏകദേശം അദ്ദേഹത്തിന്റെ തൃപ്തിക്ക് വന്നെന്ന് വിചാരിക്കാം. ഓക്കെ. പിന്നെ ഞാൻ അന്വേഷിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് അല്ല, ഇത് എങ്ങനെ വരും നമുക്ക് അറിഞ്ഞുകൂടല്ല. എല്ലാം ഈ പറയുന്ന പോലെ ഞാൻ വിചാരിക്കുന്നത്, ഒരു പാട്ട് നമ്മൾ പാടി, സിനിമയ്ക്ക് പാടി, അത് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറും ഡയറക്ടറും അല്ലെങ്കിൽ കുറച്ച് പേരിരുന്ന് കേൾക്കും. ഒരാൾ പറഞ്ഞാൽ മതി, നമുക്ക് വേറൊരാളെ ട്രൈ ചെയ്താലോ. സുധീപ് കുമാർ ആയിരുന്നു കുറച്ച് ബെറ്റർ ആയിരുന്നു എന്നെങ്ങാനും പറഞ്ഞ അല്ലേ? ഓരോ പാട്ടും അതല്ല, ഈ ഓരോ പാട്ടിനും അതിന്റെ ആവശ്യപ്പെടുന്ന ഒരു ശബ്ദവും ഒരു ശൈലിയും ഉണ്ടല്ലോ. അതെ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ സംഗീത സംവിധായകരാരാണെങ്കിലും അത് നോക്കും. അപ്പൊ ആ പാട്ടിന്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇപ്പൊ ത്യാഗരാജ ഭാഗവതർ, അങ്ങനെ പഴയ കാല ഗായകരൊക്കെ പാടി അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ശ്രീറാമേട്ട സ്റ്റേജിൽ പാടി പ്രൂവ് ചെയ്ത ആളാ. അപ്പൊ ജയചേട്ടന്റെ മനസ്സിൽ തീർച്ചയായിട്ടും അതുണ്ട്. ഇത് കേട്ട് നല്ല പരിചയം. അപ്പൊ ആ ശബ്ദം ഇതിന് കറക്റ്റ് ആയിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ പാട്ടിലേക്ക് വരുന്നത്. പാട്ടൊക്കെ ഞാൻ ത്യാഗരാജ 40s പാട്ടുകളാണ്. മന്മഥൻ ലീലയെ വെൽറാറുണ്ടോ എന്മേൽ ഉനക്കേനോ പരാമുഖം, മന്മഥൻ ലീലയെ വെൽറാർ ഉണ്ടോ എന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഇങ്ങനെ പാടും. പാടി ഒക്കെ കഴിഞ്ഞു, വീട്ടിൽ വന്നു. 3-ാം ദിവസം പിന്നെ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രജനി വളരെ സീരിയസ് ആയിട്ടിരിക്കണം. ഞാൻ പറയുന്നത്, സിനിമയിലാണ് പാടാൻ പോയതല്ലേ? ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെ ഒരു ചെന്നപ്പോഴാണ് അറിഞ്ഞ സിനിമ അല്ല, എന്നാലും ഞങ്ങളുടെ ഒരു വാക്ക് പറയാതെ പോയല്ലോ, ആദ്യമായിട്ട് പാടാൻ പോയി. ഞാൻ പറയാം അങ്ങനെയല്ല, ഇത് വരുവോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ഈ ന്യൂസ് വന്നു? ആരടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. വരുന്ന വഴിയാണ് നമ്മുടെ ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, മരിച്ച ജോൺ ആന്റണി. അദ്ദേഹം എൻ്റെ അനിയൻ ശ്യാമകൃഷ്ണൻ, ഡോക്ടർ ശ്യാമകൃഷ്ണൻ, ആയുർവേദ ഡോക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സിക്കാൻ പോയി, അനിയൻ്റെ അടുത്ത്. അപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെ എൻ്റെ ചേട്ടൻ പാടും എന്ന് അനിയൻ പറഞ്ഞു. അവൻ പേര് അവൻ ശ്രീറാമോ? അയ്യോ എനിക്കറിയാം, ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് റെക്കോർഡിങ്ങിന് പാടിയതാണല്ലോ, ജയചന്ദ്രൻ്റെ പാട്ട് ഇപ്പോൾ പാടിയിട്ടല്ലേ വന്നത് ടീം. അപ്പോൾ ഉടൻ അനിയൻ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നു, ചേട്ടൻ സിനിമ പാടിയോ? അപ്പൊ രജനി പറഞ്ഞു എനിക്കറിയില്ല. പാടി, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന്. അപ്പൊ അവരൊക്കെ അറിഞ്ഞു, ഞാൻ മാത്രം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ആകെപ്പാടെ. സുദീപേ, ഒരു ന്യൂയോർക്ക് യാത്രയും കൂടെ എന്റെ മനസ്സിലുണ്ട്. മുംബൈയിൽ നിന്ന് ന്യൂയോർക്ക് യാത്ര, പൂക്കുട്ടി തുടങ്ങിയ ആൾക്കാർ
ഒന്നിച്ചൊരു യാത്ര. അതെ, ആ സമയത്ത് അവിടെ ഓം ശാന്തി ഓം. ആ സിനിമ കഴിഞ്ഞ സമയത്താണ് അവിടെ ഒരു വലിയ അവാർഡ് നൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു ന്യൂയോർക്കിൽ. അതിനുവേണ്ടി അതിൽ നമ്മളെങ്ങനെ വന്നു വിട്ടു? നമുക്കതുമായിട്ടൊരു ബന്ധമില്ല. അതേ സമയത്ത് ആ 2013 നമ്മുടെ ഇവിടുന്ന് കുറച്ച് ആർട്ടിസ്റ്റുകൾ ഒരു ഇവന്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മുടെ അഫ്സല്, ആ സിത്താര, ആ പിന്നെ ഓർക്കസ്ട്രയിലുള്ളവർ, പിന്നെ ആര്യ ആർട്ടിസ്റ്റ്, പിന്നെ സാജൻ സൂര്യ, ഇങ്ങനെ കുറച്ച് പേരൊക്കെയാണുള്ളത്. നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടി പോകുന്നു. ഇവിടുന്ന് നമ്മൾ ബോംബെ പോയിട്ട് ബോംബെയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് ന്യൂയോർക്കിന്. അപ്പോൾ ആ ഫ്ലൈറ്റിലാണ് റസൂൽ പൂക്കുട്ടി സാറ്, റിതേഷ് ദേശ്മുഖ്, നമ്മുടെ ദീപിക പദ്കോൺ, ഇവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഫ്ലൈറ്റിൽ. അപ്പോഴാണ് ഒരു രസകരമായ സംഭവം ഉണ്ടായത്. നമ്മൾ നേരത്തെ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക രസകരമായിട്ടുണ്ട്. നമ്മളെ പലപ്പോഴും ഞങ്ങളെയൊക്കെ ആളുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ കണ്ടു പരിചയമുണ്ടാകും. പക്ഷേ ഇത് പാട്ടുകാരനാണോ, ഇത് മിമിക്രിക്കാരനാണോ, സിനിമാ നടനാണോ, സീരിയൽ നടനാണോ, ഇതൊക്കെ സംശയമാണ് ഇപ്പോഴും. പലപ്പോഴും ആൾക്ക് തെറ്റിപ്പോവും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരുപാട് ആളുകൾ അതിനകത്ത് മലയാളികൾ യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ ചില ആളുകൾ കാണുമ്പോൾ അയ്യോ നിങ്ങളെയൊക്കെ അറിയാം, കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും TV കാണുന്നതാണല്ലോ എന്നൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിചാരം നമ്മളെ മനസ്സിലായതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ കുറച്ച് ഫ്ലൈറ്റ് പൊങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ റസൂൽ പൂക്കുട്ടി സാറ് എയർപോർട്ടിൽ വെച്ച് കണ്ടതാണ്. ഒരു കുശല അന്വേഷണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആള് അയ്യോ സാറും ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ, അവർ കണ്ടില്ല അത്. സാറിനെ ഞങ്ങൾ എപ്പോഴും കാണുന്നതല്ലേ TV-യിൽ. പുള്ളിയാണ് വലിയ സന്തോഷത്തോടുകൂടി പറയാണ്, സാറിപ്പോൾ പുതിയ സീരിയൽ ഏതിലാണ് അഭിനയിക്കുന്നത് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഇത് അദ്ദേഹം ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള വലിയൊരു മനുഷ്യനാണ്, റസൂൽ പൂക്കുട്ടി എന്ന് കേട്ടിട്ടില്ലേ, അതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു അയ്യോ അതാണോ സോറി സാറേ ഞങ്ങളത് പെട്ടെന്ന് മനസ്സിലായില്ല, നിങ്ങളെ എല്ലാവരെയും നമ്മളെപ്പോഴും കാണുന്നതല്ലേ, അപ്പോൾ നിങ്ങളെയൊക്കെ അറിയാം കേട്ടോ, പക്ഷേ സാറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നും തോന്നരുത് സാറേ. ഇല്ല, അദ്ദേഹം അപ്പം തന്നെ അവിടെ നിന്ന് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് തട്ടി വിളിച്ച് എന്നെ പറഞ്ഞിട്ട്, സാറേ കുഴപ്പമുണ്ടാവും, അദ്ദേഹത്തിന് വല്ലതും തോന്നിക്കാണോ? കുഴപ്പം, അത് സാരമില്ല, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയതല്ലേ. ആണല്ലേ, സാരമില്ല. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത്, സാറിപ്പോൾ ഏത് സീരിയലിൽ അഭിനയിക്കും എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരും. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞങ്ങളുടെ തലമുറയിലുള്ള പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. എനിക്ക് പണ്ടൊക്കെ 4-5 പേര് നമുക്ക് വിരൽ എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ കുറെ ആൾക്കാരുടെ വിരൽ വേണം. അല്ല, അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ പുതിയ സിനിമകളിലൊക്കെ ഓരോ സിനിമയിലും 10-12 പേര് പാടുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ പാട്ടുകാരുടെ എണ്ണം അനുദിനം ഇങ്ങനെ വർദ്ധിച്ച് 100 കണക്കിന് പാട്ടുകാരുണ്ട്. ഓക്കെ, നമ്മുടെ എന്തോ നമ്മുടെ കുട്ടേട്ടൻ എന്തോ ചോദിക്കണ്ട്, പറയാ കുട്ടേട്ടാ. ശ്രീറാം, മലയാളത്തിലെ പ്രിയപ്പെട്ട ഗായിക KS ചിത്ര. KS ചിത്രക്ക് ആദ്യമായി കൂവൽ വാങ്ങിക്കൊടുത്തത് താങ്കളാണ് എന്ന് കുട്ടേട്ടൻ പറയുന്നു. നല്ലൊരു ബഹുമതി. ഇതെങ്ങനെ അറിഞ്ഞു? എല്ലാം കുട്ടേട്ടൻ അറിയാം. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരേണ്ടതാണല്ലോ ആദ്യമായിട്ട് KS ചിത്രയ്ക്ക് കൂലി വാങ്ങിച്ചു കൊടുത്ത അനുഗ്രഹീത ഗായകൻ. പിന്നെ ജി ശ്രീറാം. കോളേജ് കാലഘട്ടം. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ TK രാജകുമാർ, വേണുഗോപാൽ, അതെല്ലാം കൂടെ ഒരു ഗായക സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബ്ലൂ ബേർഡ്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോകുമായിരുന്നു. അന്ന് വിമൻസ് കോളേജിൽ നിന്ന് അരുന്ധതി, KS ബീന, ചിത്രയുടെ ചേച്ചി ബീന, ചിത്രയും ഒക്കെ അത്യാവശ്യം പങ്കെടുത്തിട്ടുണ്ട്, നമ്മുടെ D ശ്രീനിവാസൻ. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം VJT ഹാളിൽ വെച്ചു. ഇപ്പോഴത്തെ അതാണോ അയ്യങ്കാളി ഹാൾ. അപ്പോൾ അവിടെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനും ഒരു പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ഒരു ഡ്യുവറ്റ് ഇതുവരെ വന്നില്ല, ഒരു ഡ്യുവറ്റ് പാടാത്തത്. അപ്പം പറഞ്ഞു, റിഹേഴ്സലൊന്നും നോക്കിയിട്ടില്ല, ഒരെണ്ണം പാടാമോ എന്ന് വെച്ചു. അപ്പം എനിക്ക് ഈ മറ്റേ ശരദിന്ദു മലർദീപ നാളം നീട്ടി എന്നുള്ള പാട്ട് എനിക്കറിയാം. അതറിയാമെന്ന് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആദ്യകാലത്ത് ഈ 2 വോയിസിലും പാടുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന. എന്നിട്ട് സമ്മാനവും കിട്ടിയിട്ടുണ്ട്, ഫീമെയിലും മെയിലും പാടി. ഇപ്പൊ ആ ശബ്ദം ഇല്ല, ഇല്ല, ഇപ്പൊ പോയി, ഒഴിഞ്ഞു പോയി. അന്ന് അങ്ങനെ പാടുമായിരുന്നു. ലുക്കുണ്ട്. ഉണ്ടല്ലേ, ചുമ്മാ. അപ്പം ഞാൻ ഈ മിമിക്രി ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഈ പാട്ട് പാടും 2 വോയിസിൽ. അപ്പോൾ അതിന് ഭയങ്കര താല്പര്യമാണ് എല്ലാവർക്കും. അപ്പോൾ ഇത് പാടി എൻ്റെ മനസ്സിൽ കാണാപ്പാടമായിട്ട് കിടപ്പുണ്ട് ഈ പാട്ട്. അപ്പോൾ ഞാൻ ചിത്രയെടുത്ത് ചോദിച്ചു, അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആണ് ഈ പാട്ട് പാടാൻ. ചിത്രയെടുത്ത്, ചിത്ര ഈ ചെറുതിന് കുഴപ്പമില്ല, എനിക്ക് പാടാം, വരികളുണ്ടെങ്കിൽ പാടാം എന്ന് പറഞ്ഞ് ചിത്ര റെഡിയായിട്ട് വന്നു. ഓർക്കസ്ട്രയ്ക്ക് ചോദിച്ചപ്പോൾ അവർക്കും അറിയാം, അന്നത്തെ ഹിറ്റ് സോങ്ങാണ് ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നു, പാടുന്നു, ശരദിന്ദു മലർദി പാട്ടൊക്കെ പാടി. അനുപല്ലവി വരുമ്പോൾ ഫീമെയിലാണ്, അറിയാത്തൊരിടയൻ്റെ. അപ്പം ഫീമെയിലാണ് പാടേണ്ടത്. ചിത്ര പാടാൻ തുടങ്ങുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ പഴയ ഓർമ്മയിലെ പാടി അപശ്രുതി മയം. കാരണം ചിത്ര നല്ല മനോഹരമായിട്ട് ശബ്ദത്തിൽ പാടുമ്പോഴേ ഇപ്പുറത്തൂടെ വേറൊരു ട്രാക്കിലൊരു എല്ലാവരും കൂടെ ഒരു കൂവല് കൂവി.
എടുപ്പിച്ചോ? ചിത്രയ്ക്ക് മനസ്സിലായില്ല എന്ത് സംഭവിക്കണോ. അങ്ങനെ ആദ്യമായിട്ട്. പക്ഷേ കെ ചിത്രയെ പോലെ അല്ലെ ഇത്രയും ഒരു സൂപ്പർ ഗായികയ്ക്ക് അതെ. ഇത്രയധികം കൂവൽ വാങ്ങിക്കൊടുത്ത ഗായകൻ അങ്ങേക്ക് നമോവാ. തീർച്ചയായും അതൊക്കെ ക്രെഡിറ്റ് വേറെ ആക്കും വിട്ടുകൊടുക്കരുത്. ഒരിക്കലും മറക്കാൻ പറ്റ അറിയാതെ പാടിപ്പോയതാ. കറക്റ്റ് വരികളോ അറിയാത്തൊരു ഇടയന്റെ വേണുഗാനം കറക്റ്റ് അറിയാതെ അത് പാടിപ്പോയി. വേണുഗാനോ അസഹനീയം. എനിക്കൊന്ന് സുദീപിന് ദാസേട്ടനുമായിട്ട് നല്ല ബന്ധമോ അല്ലേ? അതെ, ദാസേട്ടന്റെ ശബ്ദവും സുദീപിന് നല്ല പരിചയമാ. ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന്റെ പാട്ടുകളാണല്ലോ ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും അദ്ദേഹത്തിന്റെ പാടുന്ന സുദീപ് ഏത് പാട്ട് ദാസേട്ടന്റെ? എപ്പോഴും പാടുന്ന ഞാൻ ഓരോ പരിപാടികൾക്കനുസരിച്ച് ഇപ്പൊ എനിക്ക് നാളെ അല്ലല്ല മറ്റന്നാൾ പ്രോഗ്രാം ഉണ്ട്. മറ്റന്നാൾ പാടുന്ന പാട്ടുകൾ എന്ന് വെച്ചാൽ ഏഴിലം പാലപൂത്ത്. ഇത് ദാസേട്ടൻ കേട്ടു. ദാസേട്ടൻ എന്തായിരിക്കും ഇപ്പൊ പറയാ? അദ്ദേഹം അങ്ങനെ പാട്ട് കേട്ടിട്ട് നേരിട്ടിങ്ങനെ അഭിപ്രായമൊന്നും അങ്ങനെ, പക്ഷെ പ്രഭാൻഡി ചിലപ്പോഴൊക്കെ പറയും ആ പാട്ട് സാറിന് ഇഷ്ടമാണ്, സുദീപ് പാടിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ സാറിന്റെ സുഹൃത്ത് ഗോവിന്ദൻകുട്ടി സാർ ഉണ്ടല്ലോ, ചേർത്തല ഗോവിന്ദൻകുട്ടി സാർ, സാറിന്റെ മ്യൂസിക്കിലൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പാട്ടുകൾ പാടുമ്പോൾ അത് കേട്ടിട്ട് സാറ് നന്നായി എന്ന് പറഞ്ഞു എന്ന് പറയും. അല്ലാതെ നേരിട്ട് ഇങ്ങനെ അഭിനന്ദിക്കുന്ന ഒരു അത് പഴയ ദേവരായ മാസ്റ്റർക്കും ഇല്ല അങ്ങനെ. പഴയ അത്രയും വലിയ ലെജൻസ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പാട്ടല്ല നമ്മൾ പാടുന്നത്. അവർക്കത് അതിനകത്ത് നന്മ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മറ്റുള്ളവരോട് പറയും. നമ്മളെ നേരിട്ട് അഭിനന്ദിച്ച് വഷളാക്കുക എന്നൊരു പരിപാടി അവർക്ക് ഇല്ല. പഴയ ഭാഗവതരന്മാരുടെ പാട്ടുകൾ ശ്രീറാം പാടാൻ അതിനകത്തൊരു അജയനാണെന്ന് ആളുകൾ പറയാറുണ്ട്. ഞാൻ നേരത്തെ പാടിയത് MK ത്യാഗരാജ പാതയുടെ അദ്ദേഹത്തിന്റെ ഒരു പഴയകാല പ്രണയഗീനുണ്ട്. പ്രണയഗാനം. പ്രണയഗാനം അത് 1940കളിൽ ഇറങ്ങിയ ചിത്രമാണ്. ബദനമേ ചന്ദ്രബിംബമോ ബദനമേ ചന്ദ്രബിംബമോ മാറണമ്പോ നീൽമിഴിയോ മാറണമ്പോ നീൽമിഴിയോ മധുരഗാനമോ മാറണമ്പോ നീൽമിഴിയോ മധുരഗാനമോ വദനമേ ചന്ദ്രബിംബമോ. പ്രണയഗാനം അല്ലേ? പ്രണയഗാനം. വദനമേ ചന്ദ്രബിംബമോ. ചന്ദ്രബിംബമാണെന്ന് പറയാ. ഓക്കെ, അതുപോലെ ഒരു പിന്നെ തിരുവിളയാടല്ലേ പാട്ടൂണാണേ ഭാവൂണാണേ பாட்டுணானே பாவுணானே பாடுனை நான் பாட வைத்தேனே பாட்டுணானே பாவுணானே பாடுனை நான் பாட வைத்தேனே பாட்டுணானே பாவுணானே. സൂപ്പർ. സുദീപ് കുമാർ, താങ്കൾ കോളേജുകളിൽ ഗാനമേളയ്ക്ക് പോകാറുണ്ട്. ഗാനമേള കഴിഞ്ഞു കഴിയുമ്പോൾ പെൺകുട്ടികൾ താങ്കളുടെ അടുത്ത് വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങും. ചില ഓട്ടോഗ്രാഫിൽ താങ്കൾ താഴെ താങ്കളുടെ അഡ്രസ്സും എഴുതി കൊടുക്കാറുണ്ട്. ശരിയല്ലേ? കൊച്ചു കള്ള അല്ലേ? ഞാൻ അപ്പോഴേ ഉങ്കിட்ட சொன்னேன் இப்படி பேசாதே பேசாதே இந்த மாதிரி. എന്നുവെച്ചാല് അന്നത്തെ കാലത്ത് സെൽഫി പരിപാടി ഇല്ലല്ലോ. ഇല്ല, ഫോട്ടോഗ്രാഫാണ്. നമ്മളൊക്കെ പാട്ടുകാരെ വലിയ ആരാധനയോട് കാണുന്ന ആരെ കണ്ടാലും ഒരു ഒപ്പ് വാങ്ങിക്കാൻ വേണ്ടി പുറകെ ഓടുമായിരുന്നല്ലോ. അങ്ങനെ എന്റെ ബുക്കിലൊക്കെ SPB സാറ്, ചിത്ര ചേച്ചി, യേശുദാസ് സാറ്, E ജയചന്ദ്രൻ സാർ, ഇവരുടെയൊക്കെ ഒപ്പ് ഞാൻ മുമ്പ് ആദ്യമായിട്ട് കണ്ടപ്പോൾ വാങ്ങിയത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗാനമേളയ്ക്കൊക്കെ പാടാൻ തുടങ്ങിയ സമയത്ത് കോളേജുകളിലൊക്കെ ഈ കോളേജ് യൂണിയൻ പരിപാടികൾക്കൊക്കെ ഗാനമേളയ്ക്ക് പോകുമല്ലോ. അപ്പോൾ ഞാൻ ട്രൂപ്പുകളിലൊക്കെ ഗാനമേളയ്ക്ക് പാടിക്കൊണ്ട സമയത്ത് ഞാനും കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കുറെ പെൺകുട്ടികളൊക്കെ വരും. എല്ലാം സുന്ദരികളായ കുറെ പേര് ചുറ്റും. നല്ല മാർക്കറ്റാണ് അല്ലേ? പിന്നെ അതെ, പെൺകുട്ടികളുടെ ഹൃദയം കീഴടക്കും. പിന്നെ അതിനിടയ്ക്ക് മിമിക്രി ലാൻഡ് ചെയ്യും. വെറുതെ ആയി. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കൂടുമ്പോ ഓട്ടോഗ്രാഫ് ചെറിയ ബുക്കിൽ ഇങ്ങനെ പേര് ചിലപ്പം ഒപ്പിട്ടിട്ട് താഴെ പേരൂടെ എഴുതും. അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ്, അല്ലെങ്കിൽ വിഷ് യു ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ എഴുതിയാണല്ലോ കൊടുക്കുന്നത്. മിനിമം ലെവൽ പെട്ടെന്ന് എഴുതി കൊടുക്കും. മൊബൈൽ നമ്പർ ഇല്ലല്ലോ അന്ന്. ഇല്ല, മൊബൈൽ ഇല്ലല്ലോ. ഇല്ല, മൊബൈൽ ലാൻഡ് ലൈൻ ഉണ്ടല്ലോ. ലാൻഡ് ലൈൻ നമ്പർ ഒന്നും കൊടുക്കത്തില്ല. വീട്ടിൽ അച്ഛനും ഫോൺ എടുത്ത് അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ അപ്പൊ നമ്മൾ നോക്കുമല്ലോ ഒപ്പിടുമ്പോ ചില ആളുകളെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒപ്പിട്ട് നോക്കും. ഇതിനകത്ത് തന്നെ ചില നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന കുറച്ച് കൂട്ടത്തിൽ ഇച്ചിരി ഗ്ലാമർ കൂടുതലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നവരെ നമ്മള്
അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ ഇങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇതിനകത്ത് ആരൊക്കെയാ കൂടുതൽ താല്പര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ ഇങ്ങനെ ഒപ്പിട്ടിട്ട് താഴെ ഇങ്ങനെ പേര് എഴുതിയിട്ട് അഡ്രസ് കൂടെ ചുമ്മാ എന്നിട്ട് എന്തെങ്കിലും നിർദോഷമായിട്ടുള്ള ഒരു LOV ILU അല്ല അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും അതിനുള്ള ധൈര്യമില്ല. ഇല്ല, അതിനുള്ള ധൈര്യമില്ല. പക്ഷെ എന്നിട്ട് വല്ല റെസ്പോൺസും വന്നോ കിടച്ചോ? അതാണ് പറഞ്ഞത്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ അഡ്രസ് എഴുതി കൊടുക്കുമ്പോ ഇതിനകത്ത് കുറെ ആളുകൾ ലെറ്റർ എഴുതും. ഉറപ്പായിട്ട് എഴുതും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇൻലൻഡിലോ അല്ലെങ്കിൽ കവറിലോ ഒരു ലെറ്റർ വരും. പലപ്പോഴും ഇത് അയക്കുന്ന ആളുടെ പേരും വിലാസം ഉണ്ടാവില്ല. അവരും ഇങ്ങനെ പറയും, ഞങ്ങളുടെ കോളേജിൽ അന്ന് വന്നപ്പോ പ്രോഗ്രാം കണ്ടിരുന്നു, നന്നായിരുന്നു, പാട്ട് വലിയ ഇഷ്ടമാണ്, സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ചിലർ കുറച്ച് പോയിറ്റിക് ആയിട്ട് എഴുതും. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു എഴുത്ത് വന്നതിനകത്ത് നോക്കിയപ്പോ താഴെ ഒപ്പിന് പകരം തമ്പ് ഇംപ്രഷനാണ്. ആ തമ്പ് ഇംപ്രഷൻ എന്താ ബ്ലഡില്. എന്റെ അമ്മ, ആ എന്തൊരു എണ്ണ ഇത്! എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയോ നടക്കുന്നത്. ബ്ലഡിൽ വെച്ചിട്ട് തമ്പ് ഇംപ്രഷൻ എന്നിട്ട് പറയാം എനിക്ക് കുറച്ചുകൂടെ പ്രണയം കലർന്ന വാക്കുകൾ അതിനകത്തുണ്ട്. എന്നിട്ട് അതിനകത്ത് ഒരു വാക്കുകൾ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഒന്ന് കാണണമെന്നുണ്ട്, അടുത്ത ഏതൊരു ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇത്രാം തീയതി November 5 എന്തോ ഒരു ഡേറ്റ്, ഞാനിങ്ങനെ ചങ്ങനാശ്ശേരിയിൽ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വരുന്നുണ്ട്, വൈകുന്നേരം സമയം ഞാൻ മറന്നുപോയി, 3 മണിക്ക് ബസ് സ്റ്റാൻഡിൽ വരും, അപ്പോൾ അവിടെ വന്നാൽ കാണണമെന്നുണ്ട്, അവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പേര് നാളൊന്നുമില്ല. അപ്പൊ ഇത് അയച്ച ആണാണോ പെണ്ണാണോ എന്ന് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പെണ്ണായിരിക്കും നമുക്കൊരു തോന്നലുണ്ട്. രക്തം കണ്ട സ്ഥിതിക്ക് മാത്രമല്ല ഇതിലെ സെന്റൻസിന്റെ ഒക്കെ ഒരു മാധുര്യം എല്ലാം പെണ്ണാവാനാണ് സാധ്യത. അപ്പൊ ആലപ്പുഴയിലാണ് ഞാൻ താമസിക്കുന്നത്. ആലപ്പുഴയിൽ വീട്ടിലാണ് എഴുത്ത് വരുന്നത്. അപ്പൊ അന്ന് അച്ഛനമ്മയൊന്നും പൊട്ടിച്ച് വായിക്കത്തില്ല. അതോ എനിക്ക് ഇത് വായിച്ചിട്ട് പകുതിയെ തരുന്നുള്ളൂന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാനിത് വായിച്ചിട്ട് പോണോ വേണ്ടയോ ആലോചിക്കുക. ഇത് പോയാൽ കുഴപ്പമാവോ, അവിടെ ചെന്ന് ഇനി വല്ലവരും ഇടിക്കാമല്ലോ, ആരെയും കൊണ്ടാണോ വരുന്നത്, എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അന്ന് രാവിലെ എണീറ്റപ്പോ മുതൽ പിരിമുറുക്കുക, പോണോ വേണ്ടയോ, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ. എന്നിട്ട് ഈ പാട്ടാണ് രാവിലെ മനസ്സിൽ കിടന്ന് കളിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണി ഒക്കെ ആയപ്പോ ഞാൻ പോയാലോ. പിന്നെയും അവസാനം എൻ്റെ ഉള്ളിലെ ഒരു വിവേക ബുദ്ധി പ്രവർത്തിച്ചു, പോണ്ടാ തീരുമാനിച്ചു. ഞാൻ പോയില്ല. അവിടെ ഇനിയാണ് അടുത്ത കഥ നടക്കുന്നത്. പോയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, അവിടെ വന്ന് കുറെ വെയിറ്റ് ചെയ്തിട്ട് പോയി കാണും, ഒന്നെങ്കിൽ പറ്റിച്ചു എന്നുള്ള ഫീൽ, അല്ലെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെട്ട നല്ലൊരാളാണെങ്കിലോ, പല ചിന്തകളാണ് മനസ്സിൽ. ഒരാഴ്ച കഴിഞ്ഞപ്പം അതേ ഹാൻഡ് റൈറ്റിങ്ങിൽ അടുത്ത ലെറ്റർ വരുന്നു. രക്തത്തിൽ മുക്കി വീണ്ടും എഴുത്ത് വരുന്നു. നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, തുടങ്ങുന്ന തന്നെ എങ്ങനെയാണ്, സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റിയില്ല, അവിടെ വന്ന് എന്നെ ഒരുപാട് നേരം കാത്തു നിന്നിട്ടുണ്ടാവും. അപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത്. ഇങ്ങനെ കത്ത് വല്ലതും എഴുതിയോ കലാമണ്ഡലം സോഫിയ? ഇല്ല, രക്തത്തിൽ മുക്കിയില്ല. ഇല്ല, രക്തത്തിൽ മുക്കി, പക്ഷെ എഴുതേണ്ടി വന്നില്ല. ഇതൊരു സ്റ്റേജ് പ്രോഗ്രാമിന്റെ ബാക്കി പത്രമാണ്. ഞങ്ങൾ ഒന്നിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം. നേരത്തെ പറഞ്ഞല്ലോ, US ടൂർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും വേറെ സോഫിയുടെ ചില പ്രോഗ്രാംസ് ഞാൻ കാണാൻ പോയിട്ടുണ്ട്. പിന്നെ നൃത്തകലയോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യം പണ്ടേ ഉണ്ടല്ലോ. എനിക്ക് നമ്മുടെ മ്യൂസീഷ്യൻസിനോടുള്ള റെസ്പെക്ട് എന്ന് പറയുന്നത് വേറെ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ആരാധന തോന്നുന്നത് 3 ആളുകളോടാണ്. കഥകളി നടന്മാരോട്, കഥകളി അഭിനയിക്കുന്നവരോട്. അവരുടെ ഡെഡിക്കേഷനും അതൊരു രക്ഷയില്ല, ഭയങ്കര ആരാധനയാണ്. അതുപോലെ ഉള്ളതാണ് പിന്നെ ക്ലാസിക്കൽ ഡാൻസേഴ്സ്. അവരോട് എല്ലാവരോടും എല്ലാ കാലത്തും എനിക്ക് ബഹുമാനമാണ്. പിന്നെ ഉള്ളത് ചിത്രകാരന്മാരോടാണ്. പടം വരയ്ക്കുന്നവരോട് എനിക്ക് കടുത്ത ആരാധനയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ്, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കില്ല, കാര്യം അന്ന് പോലെ അറിയാം, നിങ്ങൾ തമ്മിൽ അന്നേ ലൈനായിരുന്നു പറയാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ച്. പിന്നെ അധികാലമൊന്നും പ്രണയിച്ചില്ല, 1 വർഷത്തോളം കഷ്ടിച്ച്. ഇപ്പോഴേ എൻ്റെയും കല്യാണപ്രായമായിരുന്നു, അവളെയും കല്യാണപ്രായമായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. മതവൈര്യമൊന്നും പ്രശ്നമായില്ലല്ലോ. വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നു 2 ഫാമിലികൾ. എൻ്റെ അച്ഛനും അതെ, സോഫിയുടെ ഫാദറും മദറും എല്ലാവരും. നമ്മുടെ വീട്ടിലുള്ളവർക്കാർക്കും ഞങ്ങളാരും അങ്ങനെ അത്ര റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്നവരല്ല. അവിടെ അങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നും. നിങ്ങളെല്ലാം കൈനകരിക്കാരല്ലേ? ഇതിനിടയ്ക്ക് ഒരു സൗണ്ട് സിസ്റ്റത്തിനകത്ത് എന്തോ ഒരു പ്രശ്നം പറ്റിയല്ലോ. ഒരു മിക്സർ വാങ്ങിക്കാൻ പോകുമോ എന്തോ ചെയ്തു. പണ്ട് ഈ അമച്വർ ഗാനമേളകൾക്ക് പോകുന്ന സമയത്ത് ഈ ഓരോ
ഈ ക്ലബ്ബുകളൊക്കെ പരിപാടികൾ വെക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന ചെറുതായിട്ടൊക്കെ പാടുന്നവരെയാണ് വിളിക്കുന്നത്. പൈസ ഒന്നും ഇല്ലല്ലോ. മൊത്തം ഗാനമേള 300 രൂപ 400 രൂപ ഗാനമേളയൊക്കെയാണ്. 3 പാട്ടുകാരുണ്ട്, എല്ലാവർക്കും കൂടി 300 രൂപ. അങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് അങ്ങനെ ഗാനമേളയ്ക്ക് പോകുന്ന സമയത്ത് ഈ സൗണ്ട് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ മിനിമം ഓർക്കസ്ട്ര ആയിരിക്കും. സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി പൈസ മുടക്കാനൊന്നും ഇല്ല. അപ്പോൾ സാധാരണ ആംപ്ലിഫയറും ബോക്സും ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. പിന്നെ കൂടി വന്നാൽ ചിലപ്പോൾ ഒരു ഡിലേ യൂണിറ്റ് ഒക്കെ കാണും. ഇങ്ങനെ ഹലോ ഇങ്ങനെ കാലുകൊണ്ടൊക്കെ ചവിട്ടുന്ന ഡിലേ യൂണിറ്റ് ഉണ്ട് പഴയ, അതൊക്കെ ഉള്ളൂ. ഹലോ അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഗാനം ഉള്ളതും പലപ്പോഴും ഒരു എഫക്റ്റ് ഇല്ല. അപ്പോൾ അന്ന് പ്രൊഫഷണൽ ട്രൂപ്പുകളൊക്കെ വന്ന് ഗാനമേള തകർത്ത് വലിയ സൗണ്ട് സിസ്റ്റവും മിക്സറൊക്കെ, അന്നത്തെ കാലത്ത് ഈ സൗണ്ട് മിക്സറൊക്കെ അധികം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ മിക്സറൊക്കെ കൊണ്ടുവന്ന് ആളുകൾ തകർക്കുന്ന സമയത്താണ് നമ്മളെ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു ഇത് ശരിയാവത്തില്ല, നിങ്ങൾ ഇപ്പോൾ ഒരാളുണ്ട് നമ്മളെ പരിപാടിക്ക് വിളിക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾ അപ്പോൾ പറയില്ല അതില്ല, അവിടെ ഒരു പരിപാടി അടുത്തൊരു ക്ലബ്ബിലാണ്, ഓണാഘോഷമാണ്, അവിടെ എല്ലാം പറഞ്ഞു. കാര്യം അതൊരു സ്പോൺസറുണ്ട്, പുള്ളി നല്ല പൈസയുള്ള ആളാണ്, എന്ത് പറഞ്ഞാലും അറേഞ്ച് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വിളിച്ച് പറഞ്ഞേക്കാം, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ എല്ലാം സെറ്റപ്പാണെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓർക്കസ്ട്രക്കാരെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പരിപാടി തുടങ്ങാൻ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഈ പരിപാടി നടത്തുന്ന ആളുടെ വീട്ടിലാണ് എല്ലാവർക്കും വൈകുന്നേരം ചായ സ്നാക്സ് പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാവരും ചെന്നിരിക്കുമ്പോൾ ഉടനെ പറഞ്ഞു എല്ലാവരും ചായ കുടിക്കൂ എല്ലാം നേരം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കുറവ് കൊണ്ട് ഇനി പരിപാടി ചീത്തയാവരുത് കേട്ടോ. അത് പ്രത്യേകം പറഞ്ഞ് ഏറ്റവും നല്ല സ്ഥലത്തുനിന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അകത്തോട്ട് വിളിച്ചു, ഇങ്ങ് എടുത്തോണ്ട് വാ, കൊടുക്കവർക്ക്, അല്ലെങ്കിൽ പിന്നെ പരിപാടി മോശമാവരുതല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അകത്തുനിന്ന് 1 കിലോയുടെ മിക്സ്ചറില്ലേ കവറില് മിക്സർ വേണമെന്ന് പറഞ്ഞു നിർബന്ധമായിട്ട്. മിക്സർ മസ്റ്റായിട്ടാണ്. നിങ്ങളെ വിളിച്ച ആൾ 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു മിക്സർ ഇല്ലാതെ ഒരു പരിപാടി നടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്സർ, സൗണ്ട് മിക്സർ എന്നുള്ളത് മിക്സ്ചറാന്ന് വെച്ചിട്ട് ഒരു കടല അല്ലേ എല്ലാം കൂടെ പൊട്ടിച്ച് എല്ലാവർക്കും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യം പോലെ കഴിച്ചു. ഇതിന്റെ കുറവ് കൊണ്ട് പരിപാടി മോശമാകരുതെന്ന് പറഞ്ഞ ഒരു കഥ ഓർക്കുക. സുദീപേ, നമ്മള് കുറെ കാലം ഈ കണ്ടതും കേട്ടെന്നുള്ള പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ ശ്രീറാം അതിനകത്തൊരു അമ്മാവനെ അവതരിപ്പിക്കുമായിരുന്നു അല്ലേ? ശ്രീറാമിന്റെ ശബ്ദം ആൾക്കാർക്ക് അറിയില്ല, പക്ഷേ ഈ റേഡിയോ ശ്രോതാക്കൾക്ക് അത് വലിയ താല്പര്യമായിരുന്നു. എനിക്ക് ശ്രീകണ്ഠ സാറിന്റെ ശബ്ദം നല്ല ഓർമ്മയുണ്ട് കണ്ടതും കേട്ടത്. ഞാൻ രോനാന്റെ ശബ്ദത്തിൽ അണ്ണാ നമ്മുടെ ശ്രീറാമണ്ണനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. മാത്രമല്ല എനിക്ക് അങ്ങനെ ആയി ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ? നമ്മളിങ്ങനെ വേണ്ടാത്ത രീതിയിൽ ശബ്ദം മാറ്റിയിട്ട് ദൂരദർശനിൽ ഒരു ഡോക്യുമെന്ററിക്ക് ശബ്ദം കൊടുക്കാൻ വിളിച്ചു. അവിടെ ചെന്ന് ഓരോ ലൈൻ കഴിയുമ്പോഴും റെക്കോർഡിച്ച് പറയാ ശബ്ദം മാറുന്നു, അയ്യോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു അണ്ണ അപ്പി എന്നൊക്കെ കയറി വരിക, ഒരേ ശബ്ദത്തിൽ നിൽക്കുന്നില്ല. വലിയ പ്രശ്നമായി. കുറെ കാലം എടുത്തത് ശബ്ദം സ്റ്റഡിയായി നിർത്താൻ. നമുക്ക് 3 ലൈൻ കഴിയുമ്പോൾ ശബ്ദം മാറുന്നു പറയും. ഞാനും ഇത് 18-20 വർഷത്തോളം ഒരേ ക്യാരക്ടർ, അമ്മാവന്റെ ക്യാരക്ടർ ചെയ്തു. 18 കൊല്ലം ഇതൊരു അമ്മാവനാണെന്നേ. അരുത്. ഏറ്റവും രസകരമായിട്ട് ഉള്ള ചില സംഭവം ഒരിക്കലും ഈ നമ്മുടെ ചിറങ്കേഴി ജി കെ പിള്ളച്ചേട്ടൻ ഭയങ്കര കനഗംഭീരമായ ശബ്ദമാണല്ലോ. അപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ആകാശവാണിയിലൊരു ക്യാൻറ്റീനുണ്ട്. അപ്പോൾ ആ ക്യാൻറ്റീനിലെ പയ്യൻസ് എപ്പോഴും നമ്മോട് പറയും, ഒരു റേഡിയോ നാടകത്തിൽ എൻ്റെ ഒരു ശബ്ദം കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആ പേര് എല്ലായിടും ആമച്ചൽ രാജശേഖരൻ എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ കേൾക്കുമല്ലോ. അവൻ അതിൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നീ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു പുരാണ നാടകം റെക്കോർഡ് ചെയ്യാനുണ്ട്, നീ അങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. പുള്ളി വേൽത്തമ്പി തളവയായിട്ട് നിൽക്കുക, വളരെ രക്ഷയുണ്ട്. നിൽക്കുകയാണ്. നമ്മുടെ ശത്രുക്കൾ ഒരാളെ കൊലപ്പെടുത്തി എന്ന് പഠനമെന്ന് പറയണം. ഏത് ഈ ക്യാൻറ്റീനിൽ നിൽക്കുന്നവൻ. അപ്പം നായേ എന്നൊരൊറ്റ അമർക്കം അങ്ങ് താഴെ വീണ്. അവനങ്ങ് താഴെ വീണ്. കാര്യം ഈ കാരണം അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നാമത് ഇങ്ങനെ വലിയ ഫിഗർ റേഡിയോ ആണെങ്കിലും പുള്ളി അഭിനയിച്ചേനെ. പുള്ളിക്ക് ശബ്ദം ഫുള്ള് വരാൻ പുള്ളി എന്നൊരു ഇതും ഒരു അലറക്കം അലറി അവൻ താഴെ വീണു. അതുപോലെ ശ്രീറാമിന്റെ ശബ്ദം പിന്നെ കണ്ടത് കേട്ടല്ലായിരുന്നു അല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു അത്? അത് ഈ 5 മിനിറ്റിന് താഴെ ഏതെങ്കിലും ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ള അമ്മാവന്മാരെ അനുകരിച്ചാണോ? അല്ല, അങ്ങനെയല്ല. ഇതങ്ങനെ ഒരു തിരുവനന്തപുരം സ്ലാങ് കുറച്ച് ചേർത്തിട്ട് അങ്ങനെ അന്ന് അങ്ങനെ വേണം വിചാരിച്ചിട്ട്. അന്ന് ആദ്യം സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയ നാരായണ നമ്പൂരി ആയിരുന്നു. അപ്പം പിന്നീട് ശ്രീറാം വരുന്ന പ്രമാണിച്ച് ഞാൻ സ്ഥലം വിട്ടു. പറഞ്ഞു വരുമ്പം നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിനിടെ ഇങ്ങനെ കിടന്ന് പാടുപെടണത്? പറയണൊക്കെ അവളെ താമസിക്കേയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഒന്ന് ചോദിക്കണം. കൊച്ചേ, ഇത് ചെയ്യണത് ശരിയാണോ? പോടാന്ന് വിളിച്ചില്ലെന്നേ ഉള്ളെന്ന്. എന്തിനാണ് ഇപ്പോഴത്തെ പിള്ളേര്? എന്റെ പപ്പനാവാ, നീ തന്നെ തുള. അത് ഇളകി. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുപോലത്തെ ഈ ശബ്ദം. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഈ ജന്മമാണ് ഈ വായിന്ന ഈ ശബ്ദം വരുന്ന ആരാണ്? അദ്ദേഹമാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മുടെ സുദീപിന്റെ ഒരു പാട്ടുകൂടെ കേട്ടിട്ടേ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ?
സുദീപ് എനിക്കൊന്ന് എല്ലാം കൂടെ ഇപ്പൊ കുറെ പാട്ടുകൾ പാടി കഴിഞ്ഞല്ലോ. ഇപ്പൊ എത്ര പാട്ട് പാടി? സിനിമകളില് 200 സംതിങ്. അത്രയും പാട്ട് പാടി കഴിഞ്ഞു. കണ്ടാ പറയത്തില്ല കേട്ടോ. ഈ ചെറുപ്പകാലത്തിൽ ഇത്രയും പാട്ടുകൾ പാടിക്കഴിഞ്ഞു. ശ്രീരാമനെ കണ്ടിട്ട് തോന്നിയായിരുന്നു? സിനിമകളിലല്ല ഞാൻ കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് കൂടുതലും ഡിവോഷണൽസും ആൽബം ആണ്. അതിപ്പോ ഒരു 26 വർഷമായിട്ട് 98 മുതൽ പാടുന്ന പാട്ടുകളുടെ പ്രായമല്ല ഇപ്പൊ കമ്മ്യൂണിക്കേറ്റഡ് ആയി. അല്ല, 98 മുതൽ പാടി തുടങ്ങുന്നു ഈ ആൽബം അല്ലെങ്കിൽ ഡിവോഷണൽസ്. അതാണ് ഏറ്റവും കൂടുതൽ. എനിക്കൊന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയ പാട്ടുണ്ടല്ലോ. അതെ. അപ്പൊ ഒരു പക്ഷേ അതായിരിക്കും ഏറ്റവും പോപ്പുലർ എന്ന് തോന്നുന്നു അല്ലേ? അല്ല, അത് പോപ്പുലർ ആണ് തീർച്ചയായിട്ടും. വലിയ ഹിറ്റായിരുന്നു. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പോപ്പുലറായ പാട്ട് കൊണ്ടുവരാമെന്ന പാട്ടാണ്. ഈ മഴ പൊഴിയണ നേരത്ത് ഒരു ചേമ്പില മറയത്ത് ചെറുമണികൾ വിതറിയിടും കുളിരാടാൻ പോകാം കലീളകണ കാറ്റത്ത് നടവഴിയുടെ ഓരത്ത് മുളയരി തെളിമയിഴും നിൻ കാലടി കണ്ടേ വാവലുകൾ തേനിനു പായം മലവാഴത്തോപ്പും കേറി അലനെല്ലൂർ മലയിൽ കൊണ്ടുപോവാ പിന്നെ കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടുപോവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുപോവാം പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവുന്നുള്ള മാനോടും മേട്ടിൽ കൊണ്ടുപോവാം പിന്നെ കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടുപോവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുപോവാം. പിന്നെ രക്ഷയില്ല അല്ലേ? വേറെ ലെവൽ. വേറെ ലെവൽ എന്തൊരെണ്ണായി പറഞ്ഞത്? എന്തൊരു ലെവൽ എണ്ണ ഇത് കൂടിയ ലെവലാണ്. അണ്ണന്റെ തിരുവനന്തപുരം ഒക്കെ എങ്ങനെ ഇരിക്കണം അണ്ണ ഇപ്പൊ? ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണത് ശവക്കാനെ കിട്ടണം. തോനെ കിട്ടും. അപ്പൊ ഞാനും 15 കൊല്ലം തിരുവനന്തപുരത്ത് തന്നെ താമസിച്ചത്. എന്നിട്ട് എന്തൊരു ലാംഗ്വേജ് എനിക്ക് അറിഞ്ഞുകൂടായിട്ടല്ല അണ്ണ, ഞാൻ എടുക്കാഞ്ഞിട്ടല്ലേ. ഓക്കെ, നന്നായി. നന്നായി. അപ്പോ ശ്രീറാം മണി മുഴങ്ങുന്നു. അയ്യോ, മത്സരം ആരംഭിക്കുന്നു. അരുതേ, ഒരു എന്ന് പറയാൻ പറ്റില്ല. എടുക്കൂ വാൾ. ആശ്രമ മൃഗത്തെ കൊല്ലരുത്, തനിയാ. അപ്പൊ നമുക്കിനി 1 കോടിയുടെ മത്സരം ആരംഭിക്കുന്നു. 3 ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഒന്ന് കുട്ടേട്ടൻ, ഒന്ന് ഡോക്ടർ SLA കുമാർ, മറ്റൊരാൾ PC രാജു. PC രാജു എന്ന് പറഞ്ഞാൽ എല്ലാ PSC പരീക്ഷ എഴുതി യഥാവിധം തോറ്റയാണ്. GK പുലിയ. അദ്ദേഹം പരീക്ഷ എഴുതിയാൽ തോറ്റുപോകും, അത് വേറെ കാര്യം. നമ്മളെ ജയിപ്പിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തും. അങ്ങനെ 3 ഹെൽപ്പ് ലൈനോട് തുടങ്ങുന്നു. 1 കോടി രൂപയുടെ മത്സരം ആരംഭിക്കുന്നു. ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യം. മ്യൂസിക്. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. കുസൃതി ചോദ്യമാണ്. എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ്? മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. പാട്ട് കൊള്ളാം, ഗംഭീരമായിരുന്നു. പക്ഷെ അതല്ല മറുപടി. അതല്ല ഉത്തരം വേറെ. മുഖം മറയ്ക്കാന്ന് വെച്ചാൽ ഇത് മാസ്കിംഗ് അല്ലല്ലോ, കോവിഡ് അല്ലല്ലോ. അല്ല, ലേശം കുസൃതി ഉണ്ട്. കുസൃതി തുമ്മുമ്പോഴാണ്. തുമ്മുമ്പോ മുഖം മറയ്ക്കുമല്ലോ നമ്മള്. ഉത്തരം ശരിയാണ്. പേടിച്ചുപോയി. ഞാനിപ്പോ തുമ്മിയേനെ. ജഗതിച്ചേട്ടൻ മറ്റേ ധീംതരയുടെ പറഞ്ഞ പോലെ എന്തൊരു തുമ്മക്കം. 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 20,000. ഒരു ഓഡിയോ കേൾപ്പിച്ചിട്ടാണ് രണ്ടുപേരെയും. ഏത് ഗാനത്തിന്റെ തുടക്കമാണിത്? 7 പുന്നത്തരകന്റെ കെട്ടുവെള്ളം കടം വാങ്ങി തിത്തിത്താരം തുഴഞ്ഞു വാ മോകിലാളേ. തെക്ക് തെക്ക് തെക്കേ പാടം മുത്ത് മുത്ത് മുണ്ടോൻ പാടം
തൊട്ട് തൊട്ട് തൊട്ടേ വായോ ഇളം തെന്നലേ. ഓക്കെ, ഉത്തരം ശരിയാണ്. അപ്പൊ പകുതി പകുതി തരുമോ? പകുതി നിങ്ങൾ പകുതി ആക്കിക്കോണം. 20,000 രൂപ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 30,000. വിളി കേൾക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? കുസൃതി ചോദ്യമാണ്. വിളി കേൾക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. വിളി കേൾക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. തിരുവനന്തപുരത്തൊക്കെ ആൾക്കാരെ ആ. തന്നെ തന്നെ എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്ന ഒരു സംഭവം ഇത്. ഓ, ആ. ഓ, ഓ, തന്നെ, തന്നെ. ഓ, തന്നെണ്ണ, തന്നെ. തന്നെ. വാ, ഓക്കേ, തന്നെ. അപ്പം അത് പക്ഷെ ഓയല്ല, ആ. വാ. വാ, വാ. ഓക്കേ. അക്ഷരമാലയിൽ അതെങ്ങനെയാ ഇല്ല അത്. ശ്രീറാമിയ പറയുന്നേ? വാ. അങ്ങനെയല്ലേ. സുദീപിന്റെ ഒരു അമേരിക്കൻ ഷോയുടെ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. സുദീപ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിന് പോകാറുണ്ടല്ലോ. അമേരിക്കയിൽ കൂടെയുള്ള ആർട്ടിസ്റ്റിന്റെ പാസ്പോർട്ടെല്ലാം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് സുദീപിനെയായിരുന്നു. ആ. സുദീപ് അത് മറന്നു വെച്ചു. എന്തായിരുന്നു സംഭവം? അതൊക്കെ ആ. എല്ലാം അറിഞ്ഞണ്ണ. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു? അണ്ണ ഇത് പറഞ്ഞെണ്ണ. എന്റെ മറവി എനിക്ക് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മറവിക്കാരനാണോ? മറവിക്കാരനായിരുന്നു. ഇപ്പം വളരെ ബെറ്റർ ആയെന്നാണ് എന്റെ വിശ്വാസം. ഈ പാസ്പോർട്ട് മറന്ന സംഭവം ആ. ആദ്യത്തെ അമേരിക്കൻ ഷോ. ആ. അപ്പോ 14 പേരുണ്ട് ഞങ്ങള്. തിരുവനന്തപുരത്ത് നിന്നാണ് ഫ്ലൈറ്റ്. കുവൈറ്റ് എയർവേസിന്റെ ഫ്ലൈറ്റ് രാവിലെ 4:30 ഓർക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നേരെ കുവൈറ്റിലേക്ക്, കുവൈറ്റിൽ നിന്ന് നേരെ ലണ്ടൻ ഹീത്രൂ, അവിടുന്ന് ന്യൂയോർക്ക്. അതാണ് അപ്പൊ ആദ്യത്തെ വലിയ ജേണിയാണ്. അപ്പോൾ ഈ 14 പേരുടെയും പാസ്പോർട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നമ്മളെ മെമ്മറി സ്ട്രോങ് ആണല്ലോ. അതുകൊണ്ട് ഞാനാണ് അക്കൂട്ടത്തില് ഈ പാട്ടുകാരനായതുകൊണ്ട് ഗ്രൂപ്പ് ലീഡറായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതെല്ലാവരുടെയും കൂടെ പാസ്പോർട്ട് വാങ്ങിച്ച് എൻ്റെ ഒരു കയ്യിൽ സൂക്ഷിക്കുന്ന ബാഗ് ഉണ്ടല്ലോ, ആ ബാഗിനകത്ത് വെച്ചിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ തെക്കേ നടയിൽ ട്രിവാൻഡ്രം ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, അവിടെ എല്ലാവരും കൂടെ വന്ന് നമ്മൾ അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ രാവിലെ അല്ല, ഈ ഒരു മണിയൊക്കെ ഉണ്ട് രാത്രിയിൽ. എയർപോർട്ടിൽ ഒരു 1:30 എത്തണമല്ലോ. അപ്പം വണ്ടി ഓരോ ആളുകളും വന്ന വണ്ടികളുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് കുറച്ച് ഓരോ വണ്ടിയിൽ കയറി പോവാണ്. അപ്പം എല്ലാവരെയും കയറ്റി വിട്ട് അവസാനം ഞാനും എൻ്റെ വണ്ടിയിൽ ഇങ്ങോട്ട് പോയി. എൻ്റെ അനിയനും വേറൊരു ഫ്രണ്ടും എന്നെ യാത്രയാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് എല്ലാവരും കൂടെ അകത്ത് കയറി കഴിഞ്ഞ് നോക്കിയപ്പോൾ ആരുടെയും പാസ്പോർട്ട് ഇല്ല കയ്യിൽ. അപ്പോൾ നോക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും, എവിടെ പോയി? അപ്പോൾ എല്ലാവരും എൻ്റെ തന്നാണ്. ഞാൻ എൻ്റെ വേറെ കയ്യിലുള്ള ബാഗിലൊക്കെ വന്നു. അപ്പോഴാണ് മറ്റേ ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്നു, അതെവിടെ പോയി കാണുന്നില്ല. അപ്പോൾ ഞാൻ അനിയനോട് പറഞ്ഞു പെട്ടെന്നൊന്ന് ട്രിവാൻഡ്രം ക്ലബിൻ്റെ അവിടെ, ട്രിവാൻഡ്രം ക്ലബ്ബല്ല സോറി, ട്രിവാൻഡ്രം ഹോട്ടലിൽ അവിടെ പോയി നോക്കാൻ പറഞ്ഞു. അവിടെ പോയി നോക്കിയപ്പോൾ അവിടുത്തെ അതിൻ്റെ മുന്നിൽ ഒരു മരത്തിൻ്റെ വേരിൻ്റെ അവിടെ ആ ഭാഗത്തായിട്ട് ഒരു ബാഗ് ഒറ്റയ്ക്ക് ഏകനായിട്ടൊരു ബാഗ് അവിടെ ഇരിക്കുന്നു. രാത്രി രാത്രി 1:30 മണിക്ക് സിറ്റി വിജനമാണ്, ആരുമില്ല. നല്ല ഒന്നാം തരം മെമ്മറി ഇല്ലേ? എന്നിട്ട് ആ ബാഗ് എടുത്ത് അപ്പൊ തന്നെ അവർ എയർപോർട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ എല്ലാവരും പോയി. ഇനി 40,000 രൂപയുടെ ചോദ്യം. LED നോക്കിക്കോളൂ. ഒരു രണ്ട് സ്റ്റില്ല് കാണിച്ചു തരാം, ഒന്ന് കണ്ടോളണം. ഈ ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാവുന്ന മലയാള സിനിമ ഏതാണ്? മനസ്സിലായി? മനസ്സിലായി. ഏതാണ്? എനിക്കറിയാം. പിടക്കോഴി കൂവുന്ന Okay, അപ്പൊ 40,000 രൂപ. ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000. പണമിടപാട് നടത്താൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? 1,00,000 രൂപയാണ്. ഉത്തരം തെറ്റിയാൽ വലിയ അപകടമാണ്. 4,000 രൂപയൊക്കെ ഇപ്പൊ കിട്ടും തെറ്റിയാൽ. നമുക്ക് വേണമെങ്കിൽ ഒരു സഹായ പദ്ധതി എടുത്താലോ? പിന്നെന്താ, എടുക്കാമല്ലോ. ഒരു സഹായം എടുക്കാം. 1,00,000 രൂപയില്ലേ, കളയണ്ട. നമുക്ക് ഡോക്ടർ രസലയ്യ കുമാറിനെ വിളിച്ചാലോ? പിന്നെന്താ, രസലയ്യ കുമാർ വരിക. രസലയ്യ കുമാര വരിക രക്ഷമാം. ഹലോ രസലയ്യ കുമാർ. നമസ്കാരം ബോസ്. തള്ളേ ശ്രീരാമേണ്ണ, നിങ്ങൾ ഇവിടെ എന്തിനു വിളന്നുകൊണ്ട് വന്നിരിക്കണേ? ഇങ്ങനെ നിക്കയില്ലേ രണ്ടെണ്ണം തന്നെ സുഖങ്ങളൊക്കെ തന്നെ. പരമാനന്ദം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറയേ? പണമിടപാട് നടത്താൻ ഉപയോഗിക്കണ ഇല എന്തിനെന്ന് ചോദിച്ചു. തള്ളേ. എനിക്ക് സത്യം പറഞ്ഞ അറിയാം. പിന്നെ കുമാരൻ വരുമ്പോ പിന്നെ കുമാരൻ പറയട്ടെന്ന് ഞാനും വിചാരിച്ചു. ചോദിച്ചിട്ട് പറയണം. അപ്പൊ എന്നാ എന്തൊരു കളിയാ കാക്കാൻ വിളിച്ചു വരുത്തിയതാ? ചുമ്മാ പറയേ. അറിയാല്ലേ, നമ്മള് ബാങ്കിലൊക്കെ എഴുതി കൊടുക്കൂലേ? എനിക്കറിയാം. ഒരുപാട് വണ്ടി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടില്ല. ഞാൻ പറയട്ടാ? അതെ, അണ്ണം പറയണോ? അണ്ണം പറയും. എന്നാ അണ്ണം പറഞ്ഞാൽ മതി. എനിക്കറിയാം. ചെക്ക് ലീഫ്. ചെക്ക് ലീഫ്. അണ്ണാ താങ്ക് യു അണ്ണാ. ഒരു പാട്ടുണ്ട് സാറേ നമ്മളെ തിരുവനന്തപുരത്ത്. അണ്ണനും അറിയാം, ഞാൻ പാടിത്തന്ന അണ്ണൻ പാടുവോ? പാട്ട്. അപ്പീച്ചല്ല ചേട്ടത്തിയമ്മേര കമ്പം കാണാൻ പോവാടിയേ, ഇരുട്ടത്തെങ്ങനെ പോവോടിയേ, ചൂട്ടും കെട്ടി പോവാടിയേ, ചൂട്ടും കെട്ടി പെയ്യിട്ട് തപ്പി തപ്പി കാണാടിയേ. പാടിയാലാണ്ണ നമുക്ക്? എന്തൊരു വേണ്ടല്ലേ? അപ്പൊ നെടുമങ്ങാട് സൈഡിലുള്ള ഒരു പാട്ട്. അപ്പൊ ചമ്മിപ്പോയ സ്ഥിതിക്ക് പോട്ടാ സാറേ? ചമ്മിയില്ല. നന്നായിരിക്കും. രസലയ്യ കുമാർ.
വരുമ്പോ സമയത്ത് എനിക്ക് ഐറ്റം വന്നു, അതാണ് ചെക്ക് ലീഫ്. ചെക്കിൽ വന്നായിരുന്നല്ലേ? എല്ലാ- അപ്പൊ 6,00,000 രൂപ ശരി. ഒരു ഹെൽപ്പ് ലൈൻ പോയി കിട്ടി. അത് പോയി കിട്ടി. അത് തന്നെ. അതാണ് ഇനി കഷ്ടം. 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 60,000 ക്വസ്റ്റ്യൻ മോണിറ്റർ. LED നോക്കൂ. മറ്റൊരു സ്റ്റിൽ കാണിച്ചു തരാം. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാവുന്ന മലയാള സിനിമാ ഗാനം ഏതാണ്? ഓക്കെ കിട്ടിയോ? കിട്ടിയോ? ഏതാ ഏതാ? എന്റെ ജീവിതമായിട്ട് ബന്ധമുണ്ട് ആ, ഈ സിനിമയ്ക്ക്, ഈ പാട്ടുള്ള സിനിമയ്ക്ക്. അത് ഏത് സിനിമയാ? ഊമ പെണ്ണിന് ഉരിയാട പയ്യ. ഓഹോ, എനിക്കും ഒരു നാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും, നിന്നെ എന്തു ഞാൻ വിളിക്കും. ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്ത 70,000 രൂപ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 70,000. ആശുപത്രിയിൽ കിടക്കുന്ന സുദീപിനോട് ശ്രീറാം ചോദിച്ചു, എന്താണ് അസുഖം? സുദീപ് ഷർട്ടിന്റെ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് അസുഖം. എന്താണ് സുദീപിന്റെ അസുഖം? എന്താണ് സുദീപിന്റെ അസുഖം? ഒരുപാട് അസുഖമുണ്ട്. ഷർട്ടിന്റെ ഭാഗങ്ങള് ഏതൊക്കെയാന്നുള്ളത് അറിയാലോ. കോളർ. ആ ആ ആ ആ വരുന്നുണ്ട്. ആ അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖം ഉണ്ടല്ലോ. ആ കോളറ. അതെ, എന്താ സുദീപിന് കോളറയാ. കോളറ. കോളറ ഉണ്ടോ ഇപ്പൊ ആളുകൾക്ക്? ഇല്ലല്ലോ. കോളറയിൽ ഇല്ല. ഇത് ഉത്തരം ശരിയാണ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. 80,000 രൂപയുടെ ചോദ്യം. 80,000. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന ഗവൺമെന്റ് ജോലി ഏതാണ്? 80,000 രൂപയുടെ ചോദ്യമാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന ഗവൺമെന്റ് ജോലി. ആ, പോസ്റ്റിംഗ്, പോസ്റ്റ്മാൻ. എന്നോട് പറഞ്ഞ അത് ഏകദേശം അടുത്ത് വരുന്നു. അടി നിളയവരുടെ KCB-കാരെന്താ ചെയ്യുന്നത്? അത് തന്നെ ഇതും ചെയ്യുന്നത്. പോസ്റ്റ് ഇടുക. അങ്ങനെ അതെ, പോസ്റ്റ് ഇടുന്നു. ഇടുന്നു എന്ന് വേണ്ട. ഓക്കെ, അപ്പൊ 80,000 പോസ്റ്റ് രൂപ. ഇടൽ. ഓ, ഇനി ശ്രീറാം അങ്ങോട്ട്. പോയി Don't get KCB. shocked. ആ, ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. ഓ ശരി. ശ്രീറാം ആഹാ, പറയൂ. ഒന്ന് റെഡി ആയിരുന്നുള്ളൂ, ഞെട്ടാനൊക്കെ തയ്യാറായിരുന്നുള്ളൂ. 1,00,000 ചോദ്യമാണ്. മ്യൂസിക്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, എന്നാൽ ഒരു ചോദ്യവും തിരിച്ചു ചോദിക്കാൻ കഴിയില്ല. അതെന്താണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, ആ, എന്നാൽ ഒരു ചോദ്യവും തിരിച്ചു. ഇങ്ങോട്ട് തിരിച്ച് ചോദ്യം ചോദിക്കില്ല. ആ. നമ്മൾ ചോദിച്ച ഉത്തരം പറയും. നമുക്കൊരു ഓപ്ഷൻ എടുത്താലോ? 1,00,000 രൂപയില്ലേ? ആ, പിന്നെ ഏ? പിന്നെന്താ? PSC രാജുവിനെ വിളിച്ചാലോ? ആ, വിളിക്കാം. അതെ. PSC രാജു, പ്ലീസ് കണക്ട് മീ ടു PSC രാജു. ആ, നമസ്കാരം PSC രാജു. നമസ്കാരം സാർ. ആ, ഇവിടെ ഒരു ചെറിയ പ്രശ്നം. ചോദ്യം ഇതാണ്: ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, എന്നാൽ ഒരു ചോദ്യവും തിരിച്ചു ചോദിക്കാൻ കഴിയില്ല. അതെന്താണ്? ആരാണ് സാർ? സുധീർ കുമാർ ആൻഡ് G ശ്രീറാം. ഓ, സന്തോഷം. നമസ്കാരം. നമസ്കാരം. രണ്ടുപേരെയും കാറ്റ് പോയിരിക്കുക. അതെ. ഇതൊരു കുഴപ്പം പിടിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഞാൻ കുറച്ച് ക്ലൂ പറഞ്ഞു തരാം. ആ, അതായത് ഇത് ചോദ്യം ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞത് ഒരു ജീവനുള്ള വസ്തുവല്ല. അല്ല. ഇതൊരു പുസ്തകം എന്നൊക്കെ നമുക്ക് പറയാം. ഉം. അതായത് ഈ പുസ്തകത്തിൽ ചോദ്യങ്ങളുടെ ഉത്തരം മാത്രമേ കാണൂ. ഡിക്ഷണറി. ആ, ഡിക്ഷണറി. നിഘണ്ടു. ആ, ഇല്ല. നിഘണ്ടു. ആ, നിഘണ്ടു. നിഘണ്ടു. ആ, അക്ഷരശുദ്ധി ഉണ്ടല്ലോ. പിന്നെ ആ, ഓക്കെ. അപ്പൊ 1,00,000 രൂപയുടെ ചോദ്യം. ഇനി 2,00,000 രൂപയുടെ ചോദ്യമാണ്. ആ. മ്യൂസിക് പ്ലീസ്. 1985 പുറത്തിറങ്ങിയ മലയാളത്തിലെ ഒരു ഹിറ്റ് ഗാനം 2013 റിലീസ് ചെയ്ത 2 മലയാള സിനിമകളിൽ വീണ്ടും ഉപയോഗിച്ചു. ഏതാണ് ആ ഹിറ്റ് ഗാനം? 85 പുറത്തിറങ്ങിയ ഒരു പാട്ട് 2013 ഇറങ്ങിയത്. ഞാൻ പറയാം. ആ. ഒരു രണ്ട് സിനിമകൾ ഉപയോഗിച്ചു. രണ്ട് ഉപയോഗിച്ചതാണ് എനിക്ക് കൺഫ്യൂഷൻ. 85 ഒരു പാട്ട് 2013 ഉപയോഗിച്ചത് എനിക്കറിയാം. ഏതാ അത്? അത് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നതാണ്. അത് പക്ഷേ 2 സിനിമയിൽ 2 സിനിമയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ല. ആ, കുട്ടിയോട് ചോദിച്ചാലോ? ഒരു ഹെൽപ്പ് ലൈൻ കൂടിയുണ്ട്. അതുകൂടെ ഉണ്ട്. അത് അത് കഴിഞ്ഞാൽ തീർത്താ പിന്നെ ആ സമാധാന കിടങ്ങ് അതങ്ങ് മാറും. തീർന്നു. ഓക്കെ. അപ്പൊ കുട്ടിയേട്ടാ യെസ് ബോസ്. പറയൂ. ശ്രീറാം, സുദീപ് കുമാർ, 1-2 ക്ലൂ പറയാം. മോഹൻലാൽ അഭിനയിച്ച ഫാസിൽ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ആ പാട്ട് കുട്ടിട്ടൻ പാടാം. പാടണ്ട, പാടും. മനസ്സിലായോ? ഞങ്ങളൊന്ന് നോക്കട്ടെ. ആ ആ 1000 കണ്ണുമായി. വളരെ correct answer. അത് വിലക്കില്ലേ കസറി. തട്ടത്തിൻ മറയത്തിൽ ഉപയോഗിച്ചു, ബൈസിക്കിൾ തീവ്സിൽ ഉപയോഗിച്ചു. ബൈസിക്കിൾ തീവ്സില ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് ഇല്ല, പറ്റിയത്. അല്ലേ? അപ്പൊ നമുക്ക് 2,00,000 രൂപ കിട്ടിയിരിക്കുന്നു. ആ. ഇനി നമ്മൾ 3,00,000 രൂപയിലേക്ക് കിടക്കുകയാണ്. 3,00,000 രൂപയുടെ ചോദ്യം.
ഇതൊക്കെ എന്തൊരെണ്ണാ ഓ, എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ 3 ലക്ഷം രൂപയുടെ ചോദ്യം. അതെ. ജോഷി സംവിധാനം ചെയ്ത ഒരു സിനിമയ്ക്ക് മാത്രമേ വിദ്യാസാഗർ ഈണം നൽകിയിട്ടുള്ളൂ. ഞാൻ പറയും. ഏതാണ് ആ സിനിമ? പറയും. ആ, ദുബായ്. യെസ്. അപ്പൊ നമ്മളിനി 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. 5 lakhs. 5 ലക്ഷം. ഏത് രാജ്യമാണ് അടുത്തിടെ രാജ്യത്തെ ആകെ കരടികളിൽ 20% കൊല്ലാൻ അനുമതി കൊടുത്തത്? 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. നോ പ്ലേ. തെറ്റുത്തരം പറയരുത്. ഉത്തരം ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ അടുത്ത 10 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് പോകും. അതേസമയം തെറ്റുത്തരം പറഞ്ഞാൽ 30,000 രൂപ കൊണ്ട് വീട്ടിൽ പോകും. പിന്മാറിയാൽ 1.5 ലക്ഷം രൂപ കിട്ടും. ഞങ്ങളെ കരടിയെ വെച്ച് ആക്രമിക്കാനുള്ള പരിപാടിയാണല്ലേ? കരടി കരടിയെ നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞു. അതെ, കരടിയുടെ പണിയായി പോയി. എനിക്ക് അറിഞ്ഞൂടാ. അതെ, ശ്രീരാമൻ അറിഞ്ഞൂടാ. എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞേ കൂടാ അല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ ഒറ്റ വേട്ടേ ഉള്ളൂ. എന്താണ്? കീഴടങ്ങുക. കീഴടങ്ങുക. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ബുദ്ധിപരമായ തീരുമാനം എടുക്കുന്നു അതെ അല്ലേ? അതെ. അപ്പൊ ഈ മത്സരവേദിയിൽ നിന്ന് ശ്രീരാമൻ സുദീപ് കുമാർ പിൻവാങ്ങുന്നു. 1.5 ലക്ഷം രൂപ രണ്ടുപേരെ കൂടെ കിട്ടി. വീതിച്ചെടുക്കോ തകർത്തെടുക്കോ എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല. ഞാൻ 50,000 രൂപ കൊടുക്കും. സ്വീഡനാണ് ശരി. സ്വീഡൻ. ഓക്കെ, അപ്പൊ നമുക്കിനി വളരെ സന്തോഷം. നമുക്കിനി ചെക്ക് വാങ്ങിച്ച് സന്തോഷമായിട്ട് പിരിയാം. തീർച്ചയായിട്ടും. വരൂ. ഇനിയിപ്പോ നമുക്കൊരു നല്ല ഐശ്വര്യമായിട്ടൊരു ചെക്കും 2 സർട്ടിഫിക്കറ്റ് രണ്ടുപേരുടെ ചേർത്തങ്ങ് വാങ്ങിക്കരുത്. കളയരുത് കേട്ടോ ശ്രീറാം. ഒരിക്കലും ഇല്ല. ഓക്കെ, താങ്ക് യു. സർ. നന്നായി വരട്ടെ. ഒരുപാട് പാട്ടുകളൊക്കെ ഇനി പാട്ട്. ശ്രീറാം കുറക്കണ്ട, പാട്ട് പാടി. ഇല്ല. ഓക്കെ, അപ്പൊ ഇതുവഴി അങ്ങ് പോയാലേ താങ്ക് യു. തിരുവനന്തപുരത്തില്ല. ശരി. ഓക്കെ, താങ്ക് യു. ഒരുപാട് കാലത്തെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കാൻ സുദീപ് കുമാറിനും ശ്രീറാമിനും കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ഗുഡ് ബൈ.